السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് 59-ാമത്തെ ആയത്താണ്. നമ്മൾ ബനി ഇസ്രായേലിൻ്റെ ചരിത്രം അല്ലേ, ആ ഒരു സംഭവ കഥകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മൂസ അലൈഹിസ്സലാം ബനി ഇസ്രായേലിനെ ചെങ്കടൽ കടത്തി സുബ്ഹാനല്ലാഹ് മറുകരയിൽ എത്തിച്ചതും, എന്നിട്ട് തിരിച്ച് അവർ ഒരു സീന എന്ന് പറഞ്ഞ ഒരു താഴ്വരയിൽ എത്തുന്നതും ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അവിടെ ഏകദേശം 40 വർഷത്തോളം അവർ ഈ താഴ്വരയിൽ ചുറ്റിത്തിരിയാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഈ 40 വർഷവും ഈ ഒരു താഴ്വരയിൽ, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഫൈനലി അവരെ പലസ്തീനിലേക്ക് കൊണ്ടുപോകണം അല്ലേ. അപ്പം അത്രയും വലിയ ദൂരമൊന്നുമില്ല, 40 വർഷത്തിന്റെ ദൂരമൊന്നുമില്ല അവിടേക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം അവിടെ അവർക്ക് താമസിക്കേണ്ടി വന്നത്, സീന താഴ്വരയിൽ നിൽക്കേണ്ടി വന്നത്? നമുക്കറിയാം, മൂസ അലൈഹിസ്സലാം രക്ഷപ്പെടുത്തിയ ഈ ഒരു കൗമ, അവരുടെ ഹൃദയങ്ങൾ, അവരുടെ മനസ്സുകളുടെ, അവരുടെ പ്രവൃത്തികൾ എല്ലാം അടിമത്തത്തിലായിരുന്നു അല്ലേ. അവര് ശാരീരികമായും മാനസികമായും മറ്റൊരു സമുദായത്തിന് അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരത്തിന് അടിമപ്പെട്ടവരായിരുന്നു. അവർ വളരെ വീക്കായിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ്. അവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ആത്മീയമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് അങ്ങേയറ്റം വീക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് അത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അവരൊരു പാറ്റേൺ ലൈഫ് അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അവർക്കൊരു പുതിയ ജേണി അല്ലെ, ജീവിതത്തിന്റെ ഒരു പുതിയ യാത്ര തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കണം. ഒരു പുതിയ മിഷൻ ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട് അവർക്ക് അല്ലെ. അവരുടെ പരമ്പരയിൽ ഒരുപാട് അൻബിയാക്കൾ വരാനുണ്ട്. അപ്പം ഇതിനു വേണ്ടി ഈ ഒരു കൗമിനെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് പ്രിപ്പയർ ചെയ്യണം. അവരെ ഉള്ളിൽ നിന്ന് മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് സ്ട്രോങ് ആക്കി കൊണ്ടുവരണം. എന്നാലേ അവര് പലസ്തീനിൽ തിരിച്ച് എൻ്റർ ചെയ്യുമ്പം അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണോ അത് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല, അവർ പലസ്തീനിൽ എൻ്റർ ചെയ്യുമ്പം അവിടെ ഒരു കൗമുണ്ട്, അമാലക്കൈറ്റ്സ് എന്ന് പറയും. ഇത് ബൈബിൾ റെഫറൻസ് ആണ്. ഞാൻ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താന്നുള്ളത് പറയാം. അതായത് ജൂതന്മാരുമായിട്ട് ഏറ്റവും ആദ്യം ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു സമൂഹമാണ് അമാലക്കൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ അമാലക്കൈറ്റ്സ് എന്ന് പറയുന്നത് അമാലക് എന്ന ആളുടെ മക്കളാണ്, മക്കളിൽ അല്ലെങ്കിൽ സന്തതി പരമ്പര. ഈ അമാലക് എന്ന് പറയുന്നത് യാക്കൂബ് അലൈഹിസ്സലാമിന്റെ സഹോദരൻ ഇസാഉ, അതൊക്കെ ബൈബിൾ റെഫറൻസസ് ആണ്. ഇസാഉവിന്റെ മകനായ എലിഫയുടെ മകനാണ് അമാലക്. അമാലക്കിന്റെ മക്കളാണ് പലസ്തീനിലേക്ക് തിരിച്ച് ബനി ഇസ്രായേൽ പ്രവേശിക്കുമ്പം അവിടെ ഉണ്ടായിരുന്നത്. അതായത് അവര് പലസ്തീന്റെ ഏകദേശം തെക്ക് ഭാഗത്തായിട്ടുള്ള ഒരു താഴ്വരയിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിലാണ് അവര് താമസം ഉറപ്പിച്ചിരുന്നത്. ഈ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ സഹോദരനായ ഇസാഉ ചെറുപ്പം മുതലേ യാക്കൂബ് അലൈഹിസ്സലാമുമായിട്ട് ശത്രുത പുലർത്തിയിരുന്ന ആളായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ മകന്റെ മകനാണ് ഈ അമാലക് എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ അമാലക്കിന്റെ മക്കൾ ആ ഒരു ശത്രുത അവരുടെ പിതാമഹനിൽ നിന്ന് അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലസ്തീനിലേക്ക് ബനി ഇസ്രായേൽ പ്രവേശിക്കുമ്പം ഏറ്റവും ആദ്യം അവർക്ക് അവിടെ ഡീല് ചെയ്യേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു സമൂഹമാണ് അമാലക് എന്ന് പറയുന്നത്. അപ്പൊ ബൈബിൾ റെഫറൻസിലൊക്കെ ജൂതന്മാരുമായിട്ട് ഏറ്റവും ആദ്യം യുദ്ധം നടത്തുന്ന ഗ്രൂപ്പാണ് ഈ അമാലക്കൈറ്റ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി ചരിത്രം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മളുടെ പഠനം ഇതിനകത്ത് ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, അവര് ഇന്റേണലി ഉള്ളിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാവണം, നല്ല ഈമാനുള്ള ആൾക്കാരാവണം അല്ലെ. അവരറിയണം നമ്മളൊരു സ്ട്രോങ് കൗമാണ്, ഒരു ഗിഫ്റ്റഡ്, അതായത് അല്ലാഹു സുബ്ഹാനഹു തആല തെരഞ്ഞെടുത്ത ഒരു കൗമാണ്, പ്രത്യേകം പദവികൾ കൊടുത്ത ഒരു കൗമാണ് എന്ന് അവർ അറിയണം. എന്നാലേ അവർക്ക് അവരുടെ ഒരു മര്യാദ അല്ലെങ്കിൽ അവരുടെ ഒരു ആദരവ് സ്വയം കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. നമ്മളുടെ വലിപ്പം മനസ്സിലായാലും നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്തിയാലേ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സന്ദേശം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് അവരുടെ ഡ്യൂട്ടികളിൽ പെട്ടതായിരുന്നു അല്ലെ. പക്ഷെ ഈ കൗമിന് ഇപ്പം ഈ അവസ്ഥയിൽ, ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അവരുടെ മനസ്സുകൾ
അടിമത്തത്തിൽ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് ഇതിനൊന്നും പറ്റൂല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 40 ദിവസം എടുക്കുകയാണ്. ഈ ഒരു താഴ്വരയിൽ അവര് അവിടെ എന്താ പറയാ ഒരു അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് അവര് ജീവിക്കുകയാണ്. ഓക്കെ, ഈ ഒരു 40 കൊല്ലത്തില് ഈ 40 വർഷത്തിനിടയ്ക്ക് അവരുടെ തന്നെ ചെറിയ, അതായത് ഇവർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ചെറിയ മക്കൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ, അവര് വലുതായി ഏകദേശം അവരൊരു പക്വതയും പാകതയും എത്തുന്ന ഒരു 40 വയസ്സ് ആ ഒരു പ്രായത്തിലേക്ക് എത്തി. അപ്പം ഈ ഒരു താഴ്വരയിൽ അങ്ങേയറ്റം പ്രയാസങ്ങളിലൂടെ കടന്നുപോയി ജീവിച്ച് വളർന്നു വന്ന ആ ഒരു യങ് ക്രൗഡാണ് ഈ 40 വർഷം കഴിയുമ്പോഴേക്ക് ഉണ്ടാവാൻ പോണത് അല്ലെ. ഒന്നുമില്ലാതിരുന്ന ഊശ്വരമായ ഒരു താഴ്വരയിൽ എല്ലാ പ്രയാസങ്ങളെയും നേരിട്ട് ജീവിച്ച് സ്ട്രോങ് ആവുകയും അതിൻ്റെ കൂടെ വേറെ ഒരു സംസ്കാരത്തിന്റെയും ഇൻഫ്ലുവൻസ് അവർക്കില്ല അല്ലെ. കാരണം അവിടുന്ന് ഒരു വലിയ സംസ്കാരത്തിന്റെ ഇൻഫ്ലുവൻസ് കാരണം മോശമായ ഒരു അവസ്ഥയിൽ നിന്നാണ് അവരെ പിടിച്ചു പറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നിട്ട് വേറെ ആരെങ്കിലും ഇൻഫ്ലുവൻസിലാണെങ്കിൽ അവർ അതിനകത്ത് പെട്ടുപോകും. അപ്പൊ അതൊന്നും ഇല്ലാത്ത വളരെ കാലിയായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടുത്തെ എല്ലാ പ്രയാസങ്ങളും ഏതൊരു മനുഷ്യനും സ്ട്രോങ് ആവുന്നത് എപ്പോഴാ, എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളെയും തരണം ചെയ്യുമ്പോൾ അല്ലെ. അപ്പം ഒരു പുതിയൊരു ജനറേഷൻ തന്നെ, അതായത് അപ്പ ഉണ്ടായിരുന്ന ചെറിയ മക്കളൊക്കെ ഏകദേശം വലുതായി ഒരു പക്വതയും പാകതയും എത്തുന്ന പ്രായമാണ് ഈ ഒരു 40 കൊല്ലം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ അവരുടെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ട് സ്ട്രോങ് ആവുകയും അതിന്റെ കൂടെ വേറൊരു സംസ്കാരത്തിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ 40 കൊല്ലം സീനാ താഴ്വരയിൽ, അതായത് വേറൊരു സംസ്കാരത്തിന്റെ അവർ ചെയ്യുന്ന കൊള്ളാലോ എന്നാ അത് ചെയ്യാം എന്ന് തോന്നിപ്പിക്കാത്ത, അങ്ങനെ ഒരു അവസരം ഇല്ലാത്ത രീതിയിലാണ് അവരിവിടെ താമസിക്കുന്നത് ഈ 40 കൊല്ലം. ഈ കാലം അത്രയും മൂസ അലൈഹിസ്സലാമിന്റെ വളരെ പ്യുവർ ആയിട്ടുള്ള നേതൃത്വത്തില് തെർബിയയിൽ അവർ വളരുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാന തആല മൂസ അലൈഹിസ്സലാമിന് കൊടുത്തിട്ടുള്ള ആ ഒരു തെർബിയ അല്ലെ, ആ ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ ശുദ്ധമായ നേതൃത്വത്തിൽ തെർബിയയിൽ ഇവര് വളർന്നുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പ്ലാൻ അല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ 40 കൊല്ലം സീനാ താഴ്വരയിൽ ചുറ്റിത്തിരിഞ്ഞു എന്നിട്ടാണ് പലസ്തീനിലേക്ക് പോയത്, അത്രേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ ഓരോ കാര്യത്തിലും എത്രത്തോളം ഹിക്മത്ത് ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവർ ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള മാനസികമായിട്ടുള്ള സ്ട്രെങ്തോടു കൂടി അവർ തിരിച്ച് പലസ്തീനിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ അവരെ വളർത്തിയെടുത്തത്. അങ്ങനെ ഏകദേശം 40 കൊല്ലം അവരവിടെ എന്താണ് ചുറ്റിത്തിരിയാണ് അല്ലെ. തുടർന്ന് എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. അടുത്ത ആയത്ത്, നമ്മൾ ഇന്ന് ഒരു ആയത്തെ എടുക്കുന്നുള്ളൂ ഇൻഷാ അല്ലാഹ്. 60-ാമത്തെ ആയത്ത് കുറച്ച് ലെസൺസ് ഉള്ള ആയത്താണ്, അതുകൊണ്ട് തന്നെ ഡിസ്കഷന് സമയം വേണ്ടി വരും ഇൻഷാ അല്ലാഹ്. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ فَانْفَجَرَتْ مِنْهُ 12 عَيْنًا قَدْ عَلِمَ كُلُّ أُنَاسٍ مَشْرَبَهُمْ كُلُوا وَاشْرَبُوا مِنْ رِزْقِ اللَّهِ وَلَا تَعْثَوْا فِي الْأَرْضِ مُفْسِدِينَ. മൂസ തന്റെ ജനതയ്ക്ക് വേണ്ടി വെള്ളത്തിന് അപേക്ഷിച്ച സന്ദർഭവും ഓർക്കുക. അപ്പോൾ നാം പറഞ്ഞു, നിന്റെ വടി കൊണ്ട് പാറമേൽ അടിക്കുക. അങ്ങനെ അതിൽ നിന്ന് 12 ഉറവകൾ പൊട്ടി ഒഴുകി. ജനങ്ങളിൽ ഓരോ വിഭാഗവും അവരവർക്ക് വെള്ളമെടുക്കാനുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ ആഹാരത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളൂ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി നാശകാരികളായി തീരരുത് എന്ന് നാം അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതാണ് ആയത്ത്. നമുക്ക് വാക്കർത്ഥത്തിലേക്ക് പോവാം. ആൻഡ് തൊട്ട് മുമ്പുള്ള ആയത്തുമായിട്ട് കമ്പൈൻ ചെയ്തതാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ ഏതോ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ. ഇദ് എന്ന് പറഞ്ഞാൽ ഉസ്കുറു, ഇതും കൂടെ നിങ്ങൾ ഓർക്കുക. ഇസ്തസ്ക റൂട്ട് സീൻ ഖാഫിയ, സഖായ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും കുടിക്കുന്ന എന്ത് കാര്യത്തിനുമാണ് സഖായ എന്ന് പറയുന്നത്. ഇവിടെ ഇതിന്റെ ആദ്യത്തിൽ ഒരു സീൻ താ ഉണ്ട്. സീൻ താ വന്നാൽ നമുക്കറിയാലേ, നസ്തഈൻ പറയുന്നത് പോലെ തേടുക. അപ്പം വെള്ളത്തിന് വേണ്ടി അന്വേഷിക്കുക, വെള്ളത്തിന് വേണ്ടി തേടുക. മൂസ ആരാണ് തേടിയത്? മൂസ. ലി ഖൗമിഹി, ആർക്ക് വേണ്ടിയിട്ടാണ്? തന്റെ കൗമിന് വേണ്ടിയിട്ട്. ലി അവർക്ക് വേണ്ടി, ഫോർ എന്നുള്ള അർത്ഥം. കൗമ് ഹി അവന്റെ, മൂസ അലൈഹിസ്സലാം അവന്റെ കൗമിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി വെള്ളം ആവശ്യപ്പെട്ട സന്ദർഭം നീ ഓർക്കുക. ഫഖുൽന, അപ്പോൾ നാം പറഞ്ഞു. ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇദ്രിബ് എന്ന് പറഞ്ഞാൽ നീ അടിക്കുക. ദറബ അടിച്ചു. ബി അസാക, ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, അസ വടി, ഐൻ സ്വാദ് വാവ് അല്ലെങ്കിൽ ഐൻ സ്വാദ് യ രണ്ടും വരാം. ഓക്കെ, ക നിന്റെ. അപ്പൊ ബി അസാക നിന്റെ വടി കൊണ്ട് നീ അടിക്കുക എന്ന് നാം പറഞ്ഞു. അൽ ഹജർ
പാറ, അല്ല വലിയ ഒരു കല്ല് ഒക്കെയാണ് ഹജർ എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ ഹജറുൽ അസ്വദ് അല്ലേ, കറുത്ത കല്ല്. ഫംഫജറത്ത്, ഫംഫജറത്ത്, ഫ പ്ലസ് ഇൻഫജറത്ത്. ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ, അല്ലെങ്കിൽ അതുകൊണ്ട്. ഇൻഫജറത്ത് പൊട്ടിയൊഴുകി. ഇൻഫജറത്തിന്റെ റൂട്ട് ഫാജീം റോ ഫജർ അല്ലേ. നമ്മൾ ഫജർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ സമയത്ത് എന്തോ ഒന്ന് പൊട്ടിയിട്ട് വേറെന്തോ വരുന്നുണ്ട് അല്ലെ, അതിൽ നിന്ന് ധാരാളമായിട്ട് എന്തോ വരുന്നുണ്ട്. എന്താണ്? പ്രകാശം അല്ലെ. ആ ഒരു ഇരുട്ടിന്റെ ഇത് മുറിച്ച് അല്ലെങ്കിൽ ടയർ ചെയ്തിട്ട് അതിനെ രണ്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് ഒരുപാട് പ്രകാശം വരാണ്. അപ്പം എന്തിനെയോ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ടയർ കീറിയിട്ട് അതിനുള്ളിൽ കൂടെ വേറെ എന്തോ ധാരാളമായിട്ട് വരുന്ന അതിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ഫജർ എന്ന് പറയുന്നത്. ഓക്കെ, മിൻഹു അതിൽ നിന്ന്, അത് എന്ന് പറയുന്നത് ഇവിടെ കല്ലാണ്, ഹജർ, ഹജറിൽ നിന്ന്. ഇസ്നത അഷ്റ, ഇസ്നത അഷ്റ, ഇസ്നത അഷ്റ എന്ന് പറഞ്ഞാല് 12. വാഹിദ് നമുക്കറിയാം ഒന്നാണ്, ഇസ്ന 2 അല്ലെ, അഷ്റ 10, അപ്പൊ 12. ഐനൻ, ഐനൻ എന്ന് പറഞ്ഞാല് ഉറവകള്, സ്പ്രിങ്ങുകൾ. ഖദ് അലിമ, ഖദ് നിശ്ചയമായും, അലിമ അറിഞ്ഞു, ഐൻലാം മീം തന്നെയാണ്. കുല്ലു എല്ലാ, ഉനാസിൻ ആളുകൾക്ക്, ഇൻസാന്റെ പ്ലൂരലാണ് ഉനാസ്, അല്ലെങ്കിൽ നാസ് നമ്മൾ പറയില്ലേ, അതേ അർത്ഥം തന്നെയാണ് ഉനാസ്. അലിഫ് നൂൻ സീൻ. മഷ്റബഹും, മഷ്റബഹും എന്ന് പറഞ്ഞാല് മഷ്റബ് പ്ലസ് ഹും ആണ്. ഹും എന്ന് പറഞ്ഞാൽ അവരുടെ, അപ്പം അവരുടെ കുടിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന, വെള്ളം ലഭിക്കുന്ന സ്ഥലം. മഷ്റബഹും, ഷീൻ റോ ബ. ഓക്കെ, കുലു നിങ്ങൾ തിന്നു, വഷ് റബു നിങ്ങൾ കുടിക്കൂ, മിർ റിസഖ് റിസഖിൽ നിന്ന് അല്ലെ, വിഭവത്തിൽ നിന്ന്, അള്ളാഹി അള്ളാഹുവിന്റെ. കുലു വഷ്റബു മിൻ റിസഖില്ലാഹി, നിങ്ങൾ അള്ളാഹുവിന്റെ റിസഖിൽ നിന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യൂ. വലാ തഅസൗ, തഅസൗ ഐൻ, ഐൻ സ വാ, ചിലപ്പം ഐൻ സ യായും വരാം. ചില റൂട്ട് ലെറ്റേഴ്സ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒന്നിൽ കൂടുതൽ റൂട്ട്സ് ഉണ്ടാവും, അതേപോലെ ഒന്നിൽ കൂടുതൽ മീനിങ്ങുകളും റൂട്ട് വേർഡ്സും അതിന്റെ മീനിങ്ങുകളും ഉണ്ടായേക്കാം. അപ്പം ഇവിടെ പറയുന്നത് നിങ്ങൾ എന്താണ്, നാശം വെതറാതിരിക്കൂ, അല്ലെങ്കിൽ കറപ്ഷൻ നടത്താതിരിക്കൂ എന്നുള്ള അർത്ഥത്തില്. ഫിൽ അർദി ഭൂമിയിൽ, മുഫ്സിദീൻ, മുഫ്സിദീൻ നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്, ഫസാദ് ചെയ്യുന്നവർ അല്ലെ, കുഴപ്പം ഉണ്ടാക്കുന്നവരായിക്കൊണ്ട് ഭൂമിയിൽ നിങ്ങൾ നാശം വരുത്തരുത്. നമുക്ക് തഫ്സീർ നോക്കാം. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ. നിങ്ങൾ ആ സന്ദർഭം ഓർക്കുക. ഏത് സന്ദർഭമാണ്? മൂസ അലൈഹിസ്സലാം തന്റെ ജനതയ്ക്ക് വേണ്ടി വെള്ളം ചോദിച്ചപ്പോ നാം അവരോട് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് പറഞ്ഞു, നീ നിന്റെ വടി കൊണ്ട് ആ കല്ലില്, ആ പാറയിൽ അടിക്കൂ. വഇദ് ഇസ്തസ്ഖാ, നമ്മള് പഠിച്ചിരുന്നു, ബനി ഇസ്രായേല് 40 കൊല്ലത്തിന് ശേഷം അവര് എന്താണ്, അവരോട് ആ പട്ടണത്തിൽ പ്രവേശിച്ചോളാൻ പറഞ്ഞു എന്ന് നമ്മൾ കഴിഞ്ഞ 2 ആയത്തിൽ കണ്ടിരുന്നല്ലേ, 58, 59 ആയത്തുകളില്. അവരോട് ഹിത്ത എന്ന് പറഞ്ഞിട്ട് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പാപമോചനം തേടിക്കൊണ്ടും പ്രവേശിച്ചിട്ട് സുജൂദ് ചെയ്യാനും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവര് എന്താണ്, അവരതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർ ശരിക്കും തുടക്കത്തിൽ ആ സിറ്റിയിൽ പ്രവേശിക്കാൻ വേണ്ടി നീരസം കാണിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പോലും കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. സൂറത്ത് മായിദയില് 24-ാമത്തെ ആയത്തില് മൂസ അലൈഹിസ്സലാം അവരോട് അവിടെ പ്രവേശിച്ചോളാൻ പറയുമ്പം അവര് പറയുന്നുണ്ട്, ഖാലു യാ മൂസ ഇന്നാ ലൻ നദ്ഖുലഹാ അബദൻ മാ ദാമു ഫീഹാ. അപ്പോൾ അവർ പറഞ്ഞു, ഓ മൂസ, അവരവിടെ ഉണ്ടായിരിക്കുന്ന കാലത്തോളം ഞങ്ങൾ ഒരിക്കലും അവിടെ പ്രവേശിക്കുകയില്ല. നമ്മൾ പറഞ്ഞില്ലേ ആരാ അവിടെ ഉള്ളത് എന്നുള്ളത്. ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. അതിനാലും താങ്കളും താങ്കളുടെ രക്ഷിതാവും കൂടി പോയി യുദ്ധം ചെയ്തു കൊള്ളുക, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതായിരുന്നു ആദ്യത്തെ അവരുടെ പ്രതികരണം. ഇനി അവര് പറയുന്നത്, അങ്ങനെ എല്ലാം കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾക്ക് വേണ്ടി ആ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഞങ്ങള് പ്രവേശിച്ചോളാം. അവര് പ്രവേശിക്കാൻ പോലും മടി കാണിച്ചിരുന്നു. ഇനി അവസാനം അവർ മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്തിന് ശേഷം അവർ പ്രവേശിച്ചപ്പോ അവരെങ്ങനെയാ പ്രവേശിച്ച്, ഹിത്ത എന്ന് പറയാൻ പറഞ്ഞപ്പം അവരതിന് ഹിന്ദ, ഹബ്ബ എന്നൊക്കെ പറഞ്ഞിട്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞെടുത്ത് അവർക്ക് തോന്നിയ പോലെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെയാണ് പ്രവേശിച്ചത് അല്ലെ. അവരുടെ അതിയായ അഹങ്കാരം അല്ലെങ്കിൽ നിഷേധമൊക്കെയാണ് ഇത് കാണിക്കുന്നത്. ആദ്യം നമ്മൾ ഒരു
പെട്ടെന്നൊരു ഓവർവ്യൂ കണ്ടു അല്ലെ, എങ്ങനെയാണ് അവര് ഈജിപ്ഷ്യനിൽ നിന്ന് ഫ്രീ ആയത്, എങ്ങനെയാണ് അവര് മരുഭൂമിയിലെത്തിയത്, അവർക്ക് മന്നയും സെൽവയും കൊടുക്കപ്പെട്ടത്, അങ്ങനെ അവര് എന്താണ് എങ്ങനെയാണ് പട്ടണത്തിൽ അല്ലെങ്കിൽ ഫലസ്തീനിൽ ജെറൂസലേമിൽ പ്രവേശിച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ അവര് സിനാ താഴ്വരയിൽ ഉണ്ടാവുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന ചില അനുഗ്രഹങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ആയത്തുകളുടെ ഓർഡറിനെ കുറിച്ച്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഓരോ സംഭവങ്ങൾ നടന്ന ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ, ഇന്നത് കഴിഞ്ഞിട്ട് ഇന്നത് കഴിഞ്ഞ, അത് ഹിസ്റ്ററി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാ കിട്ടുക അല്ലെ, ഓരോ സംഭവത്തിന് ശേഷം അല്ലെങ്കിൽ ഓരോ വർഷം നടന്നത് ഇന്നതാണെന്ന്. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ അള്ളാഹുവിൻ്റെതായ ഒരു ഓർഡറിലാണ് നമ്മളോട് കാര്യങ്ങൾ പറയുന്നത്. അള്ളാഹുവിന് ഉദ്ദേശം നമ്മൾക്ക് ലെസൺസ് കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലെ, നമ്മൾ ചിന്തിക്കുക, നമ്മൾ തിരിച്ചറിയുക, കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചില സാഹചര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം ഒരു ഇൻട്രോ തരും. അതായത് നമ്മൾ 40 മുതൽ 48 വരെ അല്ലെ, യാ ബനി ഇസ്രായീല ഖുറൂ നിഅമതി അല്ലതി എന്ന് തുടങ്ങിയിട്ട് ഏകദേശം 48 ആയത്ത് വരെ അള്ളാഹു സുബ്ഹാനഹു തആല ഷോർട്ട് ആയിട്ട് ഒരു ഇൻട്രോ പറഞ്ഞിട്ട് 49ാമത്തെ ആയത്തിൽ നജ്ജൈനാകും മിൻ ആലി ഫിർഔന എന്ന് പറഞ്ഞിട്ട് അവരുടെ അനുഗ്രഹങ്ങളെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ലാസ്റ്റ് പറയേണ്ട കാര്യം ഫസ്റ്റ് പറയും. അത് നമ്മൾ ആയത്ത് 58 59 കണ്ടു അല്ലെ, അവര് ഫലസ്തീനിൽ പ്രവേശിച്ച കാര്യമാണ് അവിടെ പറഞ്ഞു വെച്ചത്. അവിടെ നിന്ന് പ്രവേശിക്കുമ്പോൾ അവരെന്ത് അതിക്രമമാണ് കാണിച്ചതെന്നുള്ളത് അവിടെ പറഞ്ഞു വെച്ചിട്ട് ഇവിടെ തിരിച്ച് വീണ്ടും സീന താഴ്വരയിൽ ഇന്നതൊക്കെ സംഭവിച്ചു എന്ന് പറയണം. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഓർഡറിൽ അള്ളാഹുവിന് ഹിക്മത്ത് ഉണ്ട്, നമ്മൾ ലെസൺസ് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പൊ ആരും അല്ലാഹു ഇത് അങ്ങനെയാണോ, അത് കഴിഞ്ഞിട്ട് ഇതാണോ മറ്റേതാണോ, അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ഇത് ഒരു ചരിത്ര ഗ്രന്ഥമേ അല്ല, ഇത് നമ്മൾക്ക് ഒരു ഹിദായത്തിനുള്ള ഗ്രന്ഥമാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ലെസൺസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം അവര് ഈ സീന താഴ്വരയിൽ ഉണ്ടായിരുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് കൊടുത്ത മറ്റൊരു അനുഗ്രഹം, സത്യം പറയുകയാണെങ്കിൽ അവർക്ക് അവിടെ കുടിക്കാൻ വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിരുന്നു അല്ലെ, വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൂസ ലിഖൗമിഹി, മൂസ അലൈഹിസ്സലാം അവന്റെ ജനതയ്ക്ക് വേണ്ടിയിട്ട് വെള്ളത്തിന് വേണ്ടി അപേക്ഷ സന്ദർഭം ഓർക്കുക. ഇസ്തസ്ഖ നമ്മൾ പറഞ്ഞു സീൻ ഖാഫിയ, സുഖിയ എന്ന് പറഞ്ഞാൽ വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം നനയ്ക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇസ്തസ്ഖ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് വേണ്ടിയിട്ട് തേടുക. നമ്മൾ നസ്തായിന്റെ കാര്യം പറഞ്ഞു അല്ലെ, സീൻ താ ഉള്ളത് കൊണ്ട് തേടുക എന്നുള്ളത്. അപ്പം അവരിവിടെ വെള്ളത്തിന് വേണ്ടി മൂസ അലൈഹിസ്സലാം വെള്ളത്തിന് വേണ്ടി തേടി. ആർക്ക് വേണ്ടിയിട്ടാണ്? ലിഖൗമിഹി, തന്റെ ജനതയ്ക്ക് വേണ്ടി. ആരാണ് തന്റെ ജനത? ബനി ഇസ്രായേൽ. അവിടെ മരുഭൂമിയിൽ സത്യം പറയണമെങ്കിൽ തീരെ വെള്ളമില്ല. ഇനി അഥവാ അവരെ കയ്യിൽ കൊണ്ടുവന്ന ഒത്തിരി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് തീരും അല്ലെ, അത് തീർന്നു പോകുന്ന സമയമായി. ഇവിടെ ഏകദേശം 1-2 ആളുകളല്ല, 12 ഗോത്രങ്ങൾ തന്നെയുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ആളുകളുണ്ട്. വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ അത് എന്തായാലും അടിയിൽ കലാശിക്കില്ലേ. സുബ്ഹാനല്ലാഹ്, ഇനി ആരുടെടുത്തെങ്കിലും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ അവിടെ അടിയും തമ്മിത്തല്ലും വഴക്കും കൊലപാതകവും ഒക്കെ സംഭവിക്കും. അപ്പൊ മൂസ അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു തആലയോട് പറയണം, അള്ളാഹുവേ എന്റെ ജനങ്ങൾക്ക് നീ വെള്ളം താ. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഫഖുൽന, അപ്പോൾ നാം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു തആല മൂസയോട് പറഞ്ഞു, ഇദ്രിബ്, നീ അടിക്കുക. ഇദ്രിബ് ദാദ് റോ ബഹ്, ദറബ യദ്രിബു ഇദ്രിബ്, അടിക്കുക എന്നുള്ള അർത്ഥം. എന്തെങ്കിലും ഒന്നിനെ മറ്റൊന്നു കൊണ്ട് അടിക്കുന്നതിനാണ് ഇദ്രിബ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അടിക്കാൻ പറഞ്ഞത്? ബി അസോക, നിന്റെ വടി കൊണ്ട്. ബി കൊണ്ട്, അസ വടി, ക നിന്റെ. നിന്റെ വടി കൊണ്ട് എന്തിനെ അടിക്കണം? അൽ ഹജർ, ആ ഒരു പാറയെ. അപ്പോൾ നീ നിന്റെ കയ്യിലുള്ള വടി എടുത്തിട്ട് അതിനെ അടിക്കുക. അസ, ഐൻ സ്വാദ് വാവ് ഓർ ഐൻ സ്വാദ് യ, രണ്ടും ആവാം. ഒരു തിക്കായിട്ടുള്ള ലോങ് ആയിട്ടുള്ള ലേശം കട്ടിയുള്ള കുറച്ച് നീളമുള്ള ഒരു വടിക്കാണ് അസ എന്ന് പറയുന്നത്. അത് ആട്ടിടയന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം വടി. അത് അവർ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും, പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വടിക്കാണ് അസ എന്ന് പറയുന്നത്. സൂറത്തു ത്വാഹയില് 18ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല മൂസ അലൈഹിസ്സലാമിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ കയ്യിലുള്ളതെന്ന്. അതിന് മൂസ അലൈഹിസ്സലാം പറയുന്ന മറുപടി, ഖാല ഹിയ അസായ അതവക്കഉ അലൈഹ, അദ്ദേഹം പറഞ്ഞു ഇതെന്റെ വടിയാകുന്നു, ഞാൻ അതിന്മേൽ ഊന്നി നിൽക്കുകയും
അഹുഷു ബിഹ അല ഗനമി, അതുകൊണ്ട് എൻ്റെ ആടുകൾക്ക് ഞാൻ അടിച്ചു വീഴ്ത്തി കൊടുക്കുക, അതായത് ഇലകൾ അടിച്ചു വീഴ്ത്തി കൊടുക്കുകയും, വലിയ ഫീഹ മആരിബ് ഉഖ്റ, അതുകൊണ്ട് എനിക്ക് വേറെയും ഉപയോഗങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ രീതിയിലുള്ള ഒരു വടിയാണ് അസ. മൾട്ടിപർപ്പസ് ആണ് അല്ലേ, അതുകൊണ്ട് പലതും ചെയ്യാൻ പറ്റും. നമ്മള് പ്രായമായവരൊക്കെ പിടിച്ചു നടക്കുന്ന ഒരു വടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഒരു പ്രത്യേക വടി എന്ന് പറയുന്നത് ഇത് പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഈ ഒരു വടി എടുത്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പറയാണ്, നീ ആ പാറയുടെ മേലെ അടിക്കുക. അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫംഫജറത് മിൻഹു ഇസ്നത അശ്റത ഐന, 12 അരുവികള്, ഉറവകൾ അതിൽ നിന്ന് പൊട്ടി വരും. സുബ്ഹാനല്ലാഹ്. മൂസ അലൈഹി ഇസ്ലാം ആ ഒരു വടി കൊണ്ട് അടിച്ചു കഴിഞ്ഞപ്പം, അത് ഒരു സ്പെഷ്യൽ സ്റ്റിക്കാണ് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹി ഇസ്ലാമിന് ഈ വടിയിലൂടെ ഒരുപാട് മുഅ്ജിസത്തുകൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തി കൊടുത്തിട്ടുണ്ട്. ആ വടി നിലത്തേക്ക് ഇട്ടപ്പോൾ അത് പാമ്പായി മാറിയിട്ടുണ്ട് അല്ലേ. ആ വടി കൊണ്ട് അടിച്ചപ്പം സമുദ്രം രണ്ടായിട്ട് പിളർന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ അങ്ങനെ മൊത്തത്തിൽ നനഞ്ഞിരുന്ന കടല് എന്താണ് പിളർന്ന് അവിടെയുള്ള ഭൂമി മൊത്തം ഡ്രൈ ആയിട്ട് അവർക്ക് അതുവഴി ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ ഈ വടി കൊണ്ട് അടിച്ചപ്പം 12 അരുവികൾ ആ പാറയിൽ നിന്ന് പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ആ വടി നിലത്തിട്ട് പാമ്പായ ആ ഒരു സാഹചര്യം, ഫിർഔന്റെ എല്ലാ മജീഷ്യൻസും അല്ലെ, അവര് മൂസ അലൈഹി ഇസ്ലാമിന് എതിരെ നിന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന വടികളും കയറുകളും ഒക്കെ നിലത്തിട്ടപ്പം അവിടെ മുഴുവനും പാമ്പുകൾ, കുഞ്ഞു കുഞ്ഞു പാമ്പുകളായി മാറിയപ്പോൾ മൂസ അലൈഹി ഇസ്ലാമിന്റെ വടി നിലത്തിട്ടപ്പോൾ അതൊരു വലിയ എന്താണ് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു സെർപ്പന്റ് ആയിട്ട് മാറുകയും അത് ഈ കുഞ്ഞു കുഞ്ഞു പാമ്പുകളെയൊക്കെ ഭക്ഷിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതെല്ലാം മൂസ അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വടിയിലൂടെ കൊടുത്ത മുഅ്ജിസത്തുകളാണ്. അതിനകത്ത് ഒന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഈ വടി കൊണ്ട് നീ അടിക്കുക, അപ്പൊ നിനക്ക് ആ പാറയിൽ നിന്ന് വെള്ളം വരും. അൽ ഹജർ, ഹ ജീം റ, പാറ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിനെ തടയുക, ഹാർഡായിരിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് ഹജർ എന്ന വാക്കിന്. പാറ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ അല്ലെ, അത് തടഞ്ഞു നിർത്തുകയും ചെയ്യും, അത് ഭയങ്കര ഹാർഡാവുകയും ചെയ്യും. അങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? ഫജറത്ത്, അതിൽ നിന്ന് പൊട്ടി ഒഴുകി. നമ്മൾ പറഞ്ഞു ഫ ജീം റ, ഫജറ. ഫജറ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് പൊട്ടിയിട്ട് വേറെ എന്തോ ധാരാളമായിട്ട് അതിലൂടെ വരാ. ഫജറിന്റെ സമയത്ത് അല്ലെ, അതുവരെ ആകാശം മൊത്തം ബ്ലാക്ക് ആയിരിക്കും, ഡാർക്ക് ആയിരിക്കും. ഫജറിന്റെ സമയമാകുമ്പോൾ അതിലിങ്ങനെ ആ ഒരു കീറൽ വരും അല്ലെ, ചക്രവാളത്തിൽ അത് നേരിട്ട് ആ സൂര്യോദയം കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ആ ഇരുട്ടിങ്ങനെ മാറി അതിങ്ങനെ കീറി കീറി അതിലൂടെ വെളിച്ചം വന്നിട്ട് ധാരാളമായിട്ട് വെളിച്ചം ഇങ്ങോട്ട് ഒഴുകുക. സുബ്ഹാനല്ലാഹ്. അത് കാണുകയാണെങ്കിൽ നമുക്ക് അത് ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും, ആ ഒരു ക്രാക്ക് കിട്ടുകയാണ് എന്താണ് ആ ഒരു സമയത്ത്. അതുകൊണ്ടാണ് ഫജർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും ഫജറത്ത് ഇംഫജറ, ധാരാളമായിട്ട് ഒഴുകുകയാണ് അതിലൂടെ. മിൻഹു, അതിൽ നിന്ന്. എന്തിൽ നിന്ന്? ഹജറിൽ നിന്ന്, ആ പാറയിൽ നിന്ന്. എന്താ ഒഴുകിയത്? ഇസ്നത അഷ്റ, 12 ഐന, അരുവികൾ, ഉറവകൾ. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു പാറയിൽ നിന്ന് 12 ഉറവകളാണ് പൊട്ടി ഒലിച്ചത്. അതിൽ നിന്ന് ധാരാളം വെള്ളം കിട്ടണം അല്ലെ. ഐന റൂട്ട് ഐൻയാനൂൻ, ഉറവകൾ എന്നുള്ള വാക്കിന് അല്ലെങ്കിൽ അരുവികൾ എന്നുള്ള വാക്കിന് യൂസ് ചെയ്യാം. നമുക്ക് ഐൻ യൂസ് ചെയ്യുന്ന ഐന്ന് മീനിങ്ങുള്ള വേറൊരു കാര്യം കൂടെ അറിയാം അല്ലെ, നമ്മളുടെ കണ്ണുകൾ അല്ലെ, കണ്ണിന് ഐൻ എന്ന് പറയാറുണ്ട്. ഈ കണ്ണും അരുവികളും തമ്മിൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈ അരുവിയിൽ നിന്ന് അല്ലെങ്കിൽ ഉറവകളിൽ നിന്ന് എങ്ങനെ വെള്ളം പൊട്ടി ഒഴുകുന്നു അതുപോലെ നമ്മളുടെ കണ്ണിൽ നിന്നും ചില സമയത്ത് നിർത്താതെ ഒഴുകാറുണ്ട്. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് നമ്മള് പെണ്ണുങ്ങളുടെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഐൻ കണ്ണ് എന്നും അർത്ഥമുണ്ട്. അപ്പം ഫജറത് മിൻ ഹുസ്നത അശ്റത ഐന, അങ്ങനെ 12 ഉറവകള് പൊട്ടിയൊഴുകി. എന്തിനാ ഈ 12 കൊടുത്തത്? നമുക്കറിയാം അല്ലെ, ബനി ഇസ്രായേല് 12 ഗോത്രങ്ങളായിരുന്നു. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ 12 മക്കളും അവരുടെ മക്കളുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം ഓരോരുത്തരും ഓരോരോ ഗോത്രങ്ങളായിരുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല 12 അരുവികളാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവർക്ക് എല്ലാവർക്കും ഖദ അലിമ, നിശ്ചയമായും അവർ അറിഞ്ഞു. ഖദ എന്ന് പറഞ്ഞാൽ നിശ്ചയമായും എന്ന് പറയുന്ന, അതായത് അതിന് ശേഷം വരുന്ന വേർബ് ക്രിയയായ അലിമ, അതിന് ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഖദ. അതിനെ ഒന്ന് ഉറപ്പിക്കുന്ന വാക്ക്. അപ്പം അവർക്ക് എല്ലാവർക്കും നിശ്ചയമായിട്ടും അറിയാമായിരുന്നു. എന്താ ആർക്കാ അറിയുന്നത്? കുല്ലു ഉനാസിൻ, എല്ലാ ആളുകൾക്കും അവരിലെ ഓരോ ഗ്രൂപ്പ് ആളുകൾക്കും അറിയാമായിരുന്നു. എന്ത്? മഷ്റബഹും, മഷ്റബ് അവരുടെ
കുടിക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ കുടിക്കാനുള്ള സമയം. ഓക്കെ, മഷ്റബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും അർത്ഥമുണ്ട്. അപ്പം ഉനാസിൻ അല്ലെ, ഉനാസിൻ നമ്മൾ പറഞ്ഞു ഇൻസാന്റെ പ്ലൂരലാണ് ഉനാസ് അല്ലെങ്കിൽ നാസ് എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെയാണ്. അപ്പം ഈ 12 ഗോത്രങ്ങൾക്കും എന്തറിയായിരുന്നു? അവരുടെ കുടിക്കാനുള്ള സ്ഥലം. മഷ്റബ് എന്നുള്ള വാക്കിന്റെ റൂട്ട് ഷീൻ റോ ബഹ്, ഷറാബ് അല്ലെങ്കിൽ ഷർബത്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. കുടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. മഷ്റബ് എന്ന് പറഞ്ഞാൽ കുടിക്കുന്നതിനുള്ള സ്ഥലം അല്ലെങ്കിൽ സമയം. ഇത് അറബി ഭാഷയിൽ ഒരു പ്രത്യേക പാറ്റേൺ ആണ്. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ റൂട്ടിൽ നിന്ന് പാറ്റേൺസ് ഉണ്ടാകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. റൂട്ട് ലെറ്റർ, ഒരേ റൂട്ടിൽ നിന്ന് പല രീതിയിലുള്ള പാറ്റേണുകൾ ഉണ്ടാവും. അപ്പൊ അതുപോലെയുള്ള ഒരു പാറ്റേൺ ആണ് ഇതിന് ഇസ്മു ദർഫ് എന്ന് വിളിക്കും. ഓക്കെ, മഫഅൽ എന്നുള്ള ഫോർമാറ്റിൽ. വേറെയും 1-2 ഫോർമാറ്റുകളും കൂടി ഉണ്ട് ഇസ്മു ദർഫിന്. ഇത് മഫഅൽ എന്നുള്ള ഫോർമാറ്റ് ആണ്. മഷ്റബ്. ഓക്കെ, മഷ്റബ് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സമയം, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇസ്മു ദർഫ്. പറ്റുന്നവരെടുത്താൽ മതി, അല്ലാത്തവർ കേട്ടിട്ടേ ഇല്ല എന്ന് വിചാരിച്ചേക്കും. ഓക്കെ, അപ്പം എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സമയം, അതിനെ സൂചിപ്പിക്കാനാണ് മഷ്റബ്. അപ്പൊ ഷീൻ റോബ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കുടിക്കാന്നാണ് അല്ലെ. അപ്പം കുടിക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ കുടിക്കുന്നതിനുള്ള സമയം. നമ്മൾ പറയാറുണ്ട് മജ്ലിസ്. മജ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജലസ നടക്കുന്ന സ്ഥലം. ജലസ എന്ന് വെച്ചാൽ ഇരിക്കുക അല്ലെ. ഇജ്ലിസ്, മജ്ലിസ്. മസ്ജിദ്, പള്ളി. മസ്ജിദ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സജദ് നടക്കുന്ന സ്ഥലം, സുജൂദ് നടക്കുന്ന സ്ഥലം. മഹ്റജ്, ഖുറൂജ് നടക്കുന്ന സ്ഥലം. ഖുറൂജ് എന്ന് പറഞ്ഞാല് പുറപ്പെടൽ അല്ലെ. നമ്മൾ അക്ഷരങ്ങളുടെ തജ്വീദ് പഠിക്കുമ്പോൾ മഹ്റജ്, അക്ഷരങ്ങളുടെ മഹ്റജ് പറയാറുണ്ട് അല്ലെ. അതിന്റെ സ്ഥലമാണ് മഹ്റജ്. അപ്പം മഫഅൽ ഫോർമാറ്റിലുള്ള വാക്കുകൾ ഇസ്മു ദർഫ് ആണ്. ഇവിടെ നമ്മൾ കുടിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് മഷ്റബ്. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് വാക്കുകൾ ഇനി നമുക്ക് ഖുർആനിൽ വരും. അപ്പൊ അതെല്ലാം മനസ്സിലാക്കാൻ ഒരു എളുപ്പമുണ്ടാവും, ഖുർആന്റെ ആ ഒരു ഭംഗി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മഷ്റബ് എന്ന് പറഞ്ഞാല് കുടിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സമയം. അപ്പം അവര് എവിടെ നിന്ന്, ഓരോരുത്തർക്കും 12 ഉറവകൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അതും ഓരോ ഗോത്രക്കാരും എവിടെ നിന്ന് എപ്പോ കുടിക്കണം എന്ന് അവർക്ക് അറിയായിരുന്നു. അവരുടെ ഉറവ ഏതാണെന്ന് അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയായിരുന്നു. സുബ്ഹാനല്ലാഹ്, അത് ശരിക്കും ഭയങ്കര അത്ഭുതമാണ് അല്ലെ. ഇപ്പൊ നമ്മള് ഒരു വലിയ സ്കൂളോ ഒരു കോളേജോ ഒക്കെ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പലപ്പോഴും ഷിഫ്റ്റുകൾ കാണാം അല്ലെ. രാവിലെ ഒരു ഷിഫ്റ്റ്, ഉച്ചയ്ക്ക് ഒരു ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇതെല്ലാം കൂടെ ഒരേ സമയത്ത് നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ലഞ്ച് ബ്രേക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരും ഒരേ സമയത്ത് അങ്ങോട്ട് വിടുകയാണ്. ഒരു ലഞ്ച് ഹാള്, ഒരു വാഷ് ചെയ്യുന്ന ഏരിയ, അവിടെ ഫുൾ ഉന്തും തള്ളുമായി മാറും അല്ലെ. അതുപോലെ വലിയ വലിയ എന്ത് സമ്മേളനങ്ങളോ എന്ത് നമ്മൾ നടത്തുമ്പോഴും ആളുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ സമയം. ഇപ്പൊ ഭക്ഷണം, കുറച്ച് കൂട്ടർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ബാക്കി കുറച്ച് ആൾക്കാർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും. അതുപോലെയാണ് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ 12 ഗോത്രത്തിലുള്ള ജനങ്ങളും കൂടെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ആകെ പ്രശ്നമായി മാറും അല്ലെ. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ ഓർഗനൈസ് ചെയ്ത് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ് ബനി ഇസ്രായേലിന് അല്ലെ. വെറുതെ വെള്ളം കൊടുത്തത് മാത്രമല്ല, അവർക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട്, അവർക്ക് സൗകര്യത്തോടു കൂടി വെള്ളത്തിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തത്. ഓരോ ഗോത്രത്തിനും ഓരോ ഉറവകള്. മാത്രമല്ല അവര് തമ്മിൽ ഇപ്പൊ ഒരൊറ്റ ഉറവ കൊടുത്ത് എല്ലാരും കൂടെ അതേ സമയത്ത് അവിടെ വെള്ളം കുടിക്കാൻ വന്ന് അവര് തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ് അല്ലെ, അതിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത് കൊടുത്തത്. കാരണം അവരുടെ ഇടയിലുള്ള യൂണിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു അല്ലെ. കാരണം ഇവര് വലിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ അള്ളാഹു സുബ്ഹാനഹു തആല പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവരുടെ അൾട്ടിമേറ്റ് പേർപ്പസ് ആയിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സന്ദേശം അവരുടെ ജീവിതത്തിലും ഉൾക്കൊള്ളാൻ, മറ്റുള്ളവരിലേക്കും എത്തിക്കുക എന്നുള്ള ആ ഒരു പെർപ്പസിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല അവരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഭംഗിയായിട്ട് ഹിക്മത്തോടു കൂടി ഒരുക്കി കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് അലിമ കുല്ലു ഉനാസിം മഷ്റബഹും അല്ലെ. അവർക്ക് എല്ലാവർക്കും അറിയായിരുന്നു അവരുടെ കുടിക്കാനുള്ള സ്ഥലം എവിടെയാണ്, സമയം എവിടെയാണെന്ന്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, കുലു, നിങ്ങൾ എല്ലാവരും കഴിക്കേ. കുലു, ഹംസ കാഫ് ലാം, അക്കൽ അല്ലെ. നമ്മൾ കുലു കുല ഒക്കെ മുമ്പ് കണ്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കഴിക്കേ.
വഷ്റബു, നിങ്ങൾ എല്ലാവരും കുടിക്കുക. സെയിം റൂട്ട്, ഷീൻ റോബ, മഷ്റബ് പറഞ്ഞ അതേ റൂട്ട് തന്നെ. അപ്പം ഇവിടെ ഒരേ റൂട്ടിൽ നിന്ന് രണ്ട് വാക്കുകൾ ഒരു ആയത്തിൽ വന്നിട്ടുണ്ട് അല്ലെ. ഇഷ്റബു, മഷ്റബ്. ഇഷ്റബു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കുടിക്കുക, മഷ്റബ് കുടിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ കുടിക്കുന്ന സമയം. കുലു വഷ്റബു, നിങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുക. എന്തിൽ നിന്ന്? മിൻ റിസ്ഖില്ലാഹി, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ റിസ്ഖിൽ നിന്ന്. അപ്പം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല റിസ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. അവർക്ക് കഴിക്കാൻ വേണ്ടി മന്നും സൽവയും കൊടുത്തിട്ടുണ്ട്, കുടിക്കാൻ വേണ്ടി സുബ്ഹാനല്ലാഹ് ഇതാ നല്ല ഫ്രഷ് വാട്ടറും കൊടുത്തിട്ടുണ്ട്. കുലു വഷ്റബു മിൻ റിസ്ഖില്ലാഹി, നിങ്ങൾ കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിച്ചിട്ട് ഫസാദ് ഉണ്ടാക്കുന്നവരാക്കി മാറ്റരുത്. കുഴപ്പമുണ്ടാക്കി അതിര് കവിഞ്ഞ് ഫസാദ് ഉണ്ടാക്കുന്നവരായിട്ട് മാറരുത്. തഅസൗ ഐൻ സ യ അല്ലെങ്കിൽ ഐൻ സ വൗ. ഓക്കെ. ഉസു അല്ലെങ്കിൽ എസി എന്ന് പറയുന്ന വാക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കുഴപ്പം വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നതിനാണ് ഉസു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാശം പെട്ടെന്ന് ഉണ്ടാക്കുന്നതിനാണ് ഉസു എന്ന് പറയുന്നത്. അപ്പം ഫസാദ് ഉണ്ടാക്കുന്ന കാര്യത്തില് നിങ്ങൾ അല്ലാണ്ട് അതിര് കവിയല്ലേ. നിങ്ങൾ അതിര് കവിഞ്ഞിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നാശം ഉണ്ടാക്കിയിട്ട് ഫസാദ് ഉണ്ടാക്കരുത്. ലാ തഅസൗ, നിങ്ങൾ എന്താക്കരുത്? നാശം വാരി വിതറി ഫസാദ് മുഫ്സിദീങ്ങൾ ആക്കി മാറരുത്. എവിടെ? ഫിൽ അർദി, ഭൂമിയിൽ അല്ലെ. മുഫ്സിദായിട്ട് മാറരുത്. ഫസാദ് മുഫ്സിദ് നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടു. എന്നാലും എന്താണ്? ഫസാദ് ചെയ്യുന്നവരെയാണ് മുഫ്സിദ് എന്ന് പറയുന്നത്. അപ്പം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ അല്ലെ. ഈ ഒരു കേസിൽ ബനി ഇസ്രായേല് എന്ത് രീതിയിലുള്ള ഫസാദായിരിക്കും ഉണ്ടാക്കാം? അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തിട്ടുണ്ട്, കഴിക്കാൻ മന്നയും സെൽവയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ, നിങ്ങൾ കുടിച്ചോ തിന്നോ, പക്ഷേ നിങ്ങൾ എന്താണ് അത് അനാവശ്യമായ രീതിയിൽ ഉപയോഗിക്കരുത് അല്ലെ. അബ്യൂസ് ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? അവരെടുത്ത് ഓക്കെ ഒരു സ്ഥലത്ത് പോയി കുടിച്ചോളാനും ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ചെന്ന് കുടിച്ചോളാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. കറക്റ്റ് ആയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവരാകെ കുഴപ്പമുണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്ത സ്ഥലത്ത് നിന്നല്ലാണ്ട് അവർക്ക് കൊടുത്ത സമയത്തല്ലാണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് പോവുകയും ഇതാക്കി, അതായത് നേരെ നിയമത്തിനെതിരായി ചെയ്തു കഴിഞ്ഞാൽ അതൊരു തരത്തിലുള്ള ഫസാദാണ് അല്ലെ. അതൊരു തരത്തിലുള്ള പ്രശ്നമാണ്. രണ്ട്, അവര് വേസ്റ്റ് ആക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് ഫ്രീ ആണ്, എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം അല്ലെ. കാരണം വെള്ളവും ഇവിടെ ഫ്രീ ആണ്, മഞ്ഞും സൽവയും ആകാശത്ത് നിന്ന് ഇറങ്ങുന്ന ഫ്രീ ആയിട്ടുള്ള ഫുഡാണ്. അപ്പം നമുക്ക് ഇഷ്ടം പോലെ എടുത്തിട്ട് അങ്ങ് കളഞ്ഞേക്കാം. ഒരു കഷ്ണം എടുക്കുക, ഒന്ന് എടുക്കുക, ഒരു കഷ്ണം കടിക്കുക, ഹേ ഇതെനിക്ക് വേണ്ട, അടുത്തത് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് എടുക്കുക കളയുക എന്നുള്ള ആ ഒരു അവസ്ഥയും എന്താവാം? ഫസാദാവാം. സുബ്ഹാനല്ലാഹ്. നമുക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മളുടെയൊക്കെ ജീവിതമായിട്ട് ഫുഡ് ഫ്രീ ആയിട്ടും കൊടുക്കണം എന്നില്ല. പൈസ കൊടുത്തിട്ടുള്ള ഫുഡാണെങ്കിൽ പോലും നമ്മൾ സുബ്ഹാനല്ലാഹ് വേസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഞാനും നിങ്ങളും ഒക്കെ അല്ലെ. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് ഇപ്പം നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പം അവിടുത്തെ ആ ഒരു വേസ്റ്റ് ബിന്ന് നോക്കിക്കഴിഞ്ഞാൽ മിക്ക പ്ലേറ്റുകളും ഒരു 50% അല്ലെങ്കിൽ 75% ഫുഡോട് കൂടി തന്നെ കളയുന്നതാണ്. കാരണം ഇത് ഫ്രീ ആണല്ലോ അല്ലെ. ബുഫേ ആണ്, ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ട്. എന്താ എടുക്കണ്ടാത്തെന്ന് അറിയാണ്ട് എല്ലാം വാരി വലിച്ച് പ്ലേറ്റിലേക്ക് ഇടും. പക്ഷെ നമ്മളെ വയറിന് അത്രയും അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. അത് ഫ്രീ ആയിട്ടുള്ള ഫുഡ് അല്ലേ. അപ്പൊ ബാക്കി അങ്ങോട്ട് പോയിക്കോട്ടെ, അത് എടുത്തിട്ടാ മതി പ്ലേറ്റിലേക്ക് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾക്ക് കഴിക്കാം, നിങ്ങൾക്ക് കുടിക്കാം, നിങ്ങൾക്ക് അനുവാദമുണ്ട്. പക്ഷേ അബ്യൂസ് ചെയ്യരുത്, ഓവറാക്കരുത് ഒന്നും അല്ലെ. എല്ലാത്തിനും ഒരു കൺട്രോൾ വേണം. നിങ്ങൾ അങ്ങനെ ചെയ്ത് നശിപ്പിച്ച് ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളായിട്ട് മാറരുത്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് ലെസൺസ് ഉള്ള ഒരു ആയത്താണത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇൻഷാ അല്ലാഹ്. ഏറ്റവും ആദ്യം അവർക്ക് ഒരു വെള്ളത്തിന്റെ ആവശ്യം വന്നപ്പം അല്ലെ. പൊതുവെ നമ്മൾ മനുഷ്യന്മാർക്ക് വെള്ളത്തിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? വെള്ളം അന്വേഷിക്കണം. ഇനി വാങ്ങിയിട്ട് കുടിക്കാനാണെങ്കിൽ അല്ലെ, വാങ്ങാനാണെങ്കിൽ വാങ്ങണം, അതൊക്കെ ചെയ്യണം. അതേ സമയം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ചോദിക്കണം. മൂസ അലൈഹി ഇസ്ലാം എന്താ ചെയ്തത്? ഇസ്തസ്ഖ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സുന്നത്തായിരുന്നു എന്താണ്? വെള്ളത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാന്നുള്ളത്, വെള്ളത്തിന് വേണ്ടിയിട്ട് നമസ്കരിക്കുക എന്നുള്ളത് അല്ലെ. സലാത്തുൽ ഇസ്തിസ്ഖ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആളുകൾക്ക് വെള്ളം വേണം ആവശ്യം പറഞ്ഞു കഴിഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളത്തിന് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. നമസ്കരിച്ചും നമസ്കരിക്കാതെയും ചെയ്യുമായിരുന്നു അല്ലെ. ഒരു ഹദീസ് നമ്മൾ ഈ ഒരു സെഷനിൽ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ള ഹദീസാണ്, എന്നാലും റിപ്പീറ്റ് ചെയ്യാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഖുതുബ കൊടുക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ മസ്ജിദിൽ. അപ്പം
കുറേ നാള് മഴയില്ലാത്ത ഒരു സീസണാണ്. അപ്പം ഖുത്ബ കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിന് മുമ്പിൽ ഇരുന്നിട്ട് ഇന്ററപ്റ്റ് ചെയ്തിട്ട് പറയും, വെള്ളമില്ല, നമ്മളെ മൃഗങ്ങളൊക്കെ നശിക്കുകയാണ്, കൃഷിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ അങ്ങേയറ്റം പ്രയാസത്തിലാണ്, അള്ളാഹുവിനോട് നിങ്ങൾ വെള്ളത്തിന് വേണ്ടി ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പൊ തന്നെ കൈ ഉയർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത് വെള്ളത്തിന് വേണ്ടിയിട്ട് തേടും അല്ലെ. അദ്ദേഹം ആ ഒരു മിമ്പറിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പേ തന്നെ ആ മേഘങ്ങൾ വന്ന് മൂടി ഒരു ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങും. ആ മിമ്പറിന്ന് ഇറങ്ങുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ താടിയിൽ നിന്ന് വെള്ളം മുറ്റിട്ട് വീഴുന്നുണ്ടായിരുന്നു എന്നാണ് ഹദീസിനകത്ത് പറയുന്നത്. അപ്പോൾ അത്രയും അധികം വെള്ളം വന്ന് അപ്പൊ തന്നെ മഴ പെയ്യുകയും ചെയ്തു. ഇനി ഇതേ ആള് തന്നെ അടുത്ത വെള്ളിയാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ നിൽക്കുമ്പോൾ വന്നിട്ട് പറയും, ഇല്ല, ഭയങ്കര മഴയാണ്, ഞങ്ങളുടെ മൃഗങ്ങളൊക്കെ ചാവാറായിട്ടുണ്ട്, മഴ അധികമായിട്ട് ഞങ്ങളുടെ വീടുകളൊക്കെ നശിക്കാൻ പോവാണ്, കൃഷികൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി ദുആ ചെയ്യും അല്ലെ, അല്ലാഹുമ്മ ഹവലൈന വല അലൈന, അല്ലാഹുവേ മഴ പെയ്യണം പക്ഷെ ഞങ്ങളുടെ മേലെയല്ല. കുറച്ചും കൂടെ നിങ്ങളുള്ള ഒരു ദുആ ആണ്, പലർക്കും അറിയാം ഈ ഒരു ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹം നമുക്ക് അയക്കുമ്പോൾ അല്ലാഹു നമുക്ക് വേണ്ടാന്ന് പറയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കാണിച്ചു തന്നത്. പക്ഷെ ഞങ്ങൾക്ക് അതൊരു ഉപദ്രവമില്ലാത്ത രീതിയിൽ വന്നോട്ടെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുക്ക് പ്രയാസമായിട്ട് ഒന്നുമില്ല അല്ലെ. അപ്പം വെള്ളം ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതും എന്താണ്? ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അത് നമസ്കരിച്ചുകൊണ്ട്, അതായത് സലാത്തുൽ ഇസ്തിസ്ഖയും നടത്തിയിട്ടുള്ള ഉദാഹരണങ്ങൾ ഹദീസുകളിലുണ്ട്, അല്ലാതെയും ഉണ്ട്. അപ്പൊ നമ്മൾ എന്തും, നമ്മളുടെ എന്തൊരാവശ്യം, എന്ത് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളാണെങ്കിലും നമ്മൾ എന്താക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയുക, ദുആ ചെയ്യുക. ശരിക്കും ദുആ അതാണ് ഇബാദത്ത് അല്ലെ, അതാണ് ഇബാദത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ചോദിക്കുക. അതൊരു ഷൂ ലേസ് ആണെങ്കിലും പോലും അല്ലെ, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറാണെങ്കിൽ പോലും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ദുആ ചെയ്യുക. കാരണം അല്ലാഹു എളുപ്പാക്കിയിട്ടില്ലെങ്കിൽ അതിലൊരു എളുപ്പം ഉണ്ടാവില്ല, അത് പ്രയാസമായിട്ട് മാറും. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, അപ്പൊ ഇന്ന കാര്യങ്ങൾക്കൊന്നും നമുക്ക് അള്ളാന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെ, അതൊക്കെ എന്റെ കയ്യിലുണ്ട്, ഇപ്പൊ എന്റെ കയ്യിൽ ആവശ്യത്തിനുള്ള പൈസയൊക്കെ ഉണ്ട്, അതിപ്പോ അള്ളാന്റെ അടുത്ത് ചോദിച്ചാൽ അള്ളാനെ ബുദ്ധിമുട്ടിക്കണ്ട. അല്ലെങ്കിൽ ഞാൻ എക്സാമിന് പഠിച്ചിട്ടുണ്ട്, അതിനൊന്നും നമുക്ക് അള്ളാന്റെ അടുത്ത് ചോദിക്കണ്ട, അപ്പൊ അതിന് ചോദിക്കണ്ട, ഇതിന് ചോദിക്കണ്ട എന്നുള്ള ആ ഒരു അല്ലെ, നമ്മൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ചോദിക്കാറില്ല. പക്ഷേ ചിലപ്പം അല്ലെ, നമ്മൾ അത് അത്രയും നിസ്സാരമായിട്ട് കാണുന്ന പല കാര്യങ്ങളും പലപ്പോഴും നമുക്ക് എന്താണ് നടക്കാതെ പോലെ. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, നമ്മൾ ഫ്രിഡ്ജിൽ ഭക്ഷണം ഉണ്ടെന്ന് വിചാരിക്കുക, പക്ഷെ അത് എടുത്ത് ചൂടാക്കി കഴിക്കാൻ നമുക്ക് സമയമില്ലാത്ത സാഹചര്യങ്ങൾ വരാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഭക്ഷണം ഉണ്ട്, പക്ഷെ നമ്മൾ വായിക്ക് എന്തെങ്കിലും പുണ്ണോ അല്ലെങ്കിൽ പനിച്ചിട്ട് വായി കഴിച്ചിട്ടൊക്കെ അതേ ഭക്ഷണം, ഇപ്പൊ തലേ ദിവസം നമ്മൾ ഒരു പക്ഷെ നന്നായി എടുത്ത് ചൂടാക്കി കഴിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എടുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഭക്ഷണം പിറ്റേ ദിവസം നമുക്ക് അതേ ഭക്ഷണം നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും അസുഖം കാരണോ സമയമില്ലായ്മ കാരണോ നമുക്കത് കഴിക്കാൻ പറ്റാതെ ആവാറുണ്ട്. അപ്പം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചത് കൊണ്ട് തന്നെയാണ് തലേ ദിവസം അത് ഈസി ആയത്. നമ്മുടെ പോക്കറ്റിൽ പൈസ ഉണ്ടായിട്ടും ഒരുപക്ഷെ നമുക്ക് കടയിൽ പോയി സാധനം വാങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നേക്കാം. നമ്മുടെ കയ്യിൽ വായിക്കാൻ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് ഒരു പക്ഷെ കണ്ണിന് ഭയങ്കര പ്രയാസം, കണ്ണിന് ഭയങ്കര നീറ്റിൽ വായിക്കാൻ പറ്റുന്നില്ല എന്ന് വന്നേക്കാം. അപ്പൊ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചത് കൊണ്ട് തന്നെ നടക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ, ഇതിലെന്താ ഇപ്പൊ ഇത്ര ദുആ ചെയ്യാന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യാം. നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മളെ പവറിലുള്ള കാര്യം, നമ്മളെ കൊണ്ട് പറ്റും. പക്ഷെ ഇതുപോലെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നമ്മൾ പലപ്പോഴും തടസ്സങ്ങൾ നേരിടാറുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പവർ അവിടെ മനസ്സിലാക്കുക. അപ്പൊ ഓരോ കുഞ്ഞു കാര്യങ്ങൾക്കും റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഏത് കാര്യത്തിനും നമ്മൾ ആവശ്യക്കാരനാണ് അല്ലെ. നമുക്ക് മൂസാ അലൈഹിസ്സലാമിന്റെ ദുആ അറിയാം, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. നമ്മൾ ഫഖീറാണ് റബ്ബേ, ഞങ്ങൾ ആവശ്യക്കാരനാണ് റബ്ബേ, എന്തിനും ഏതിനും ഞങ്ങൾ ആവശ്യക്കാരനാണ് റബ്ബേ. അങ്ങനെയുള്ള ആ ഒരു ചോദ്യമാണ് നമ്മളെ ശരിയായ അബ്ദാക്കി മാറ്റുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യം വേറെയില്ല. നമ്മൾ അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഡിപ്പെൻഡന്റ് ആണെന്ന് കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, എനിക്ക് എന്തിനും എൻ്റെ റബ്ബ് വേണമെന്ന് നമ്മളുടെ ഓരോ നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും നമ്മളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ദുആ ആയിട്ട് പ്രതിഫലിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമയായിട്ട് മാറും. അള്ളാഹുവിന് ആ അടിമക്ക് കൊടുക്കാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പൊ ഓരോ കുഞ്ഞു കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മൾ എത്ര ചോദിച്ചു കഴിഞ്ഞാലും വെറുപ്പിക്കലാവില്ല.
മനുഷ്യന്മാർക്കാണ് അത് ബുദ്ധിമുട്ടാവുക അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് നമ്മൾ എത്ര ചോദിച്ചു കഴിഞ്ഞാലും തരാനൊരു പ്രയാസമില്ല എന്ന് അള്ളാഹ്ക്ക് ചോദിക്കുന്നത് ഇഷ്ടമാണ്. അപ്പൊ ഓരോ കുഞ്ഞു കാര്യവും അടുക്കളയിലേക്ക് കയറുമ്പോൾ നമുക്ക് അറിയാം അല്ലെ, ഓ ഇതിപ്പം ഉള്ളിയും തക്കാളി അരിഞ്ഞിട്ട് മസാല ആക്കി കഴിഞ്ഞാൽ ബിരിയാണി ആവും നമുക്കറിയാം. പക്ഷെ അതും നമുക്ക് റബ്ബിന്റെ അടുത്ത് ചോദിക്കാം, റബ്ബേ അത് നീ എളുപ്പാക്കണേ റബ്ബേ, അതിൽ പ്രയാസം നീ നീക്കി തരണേ റബ്ബേ. എന്തെന്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും. അപ്പൊ നമ്മൾ എപ്പോഴും എന്താക്കാണ്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ റബ്ബുമായിട്ട് കോൺസ്റ്റന്റ് കണക്ഷനിലാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ പൊതുവേ അല്ലെ, നമുക്ക് എന്ത് കാര്യം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമുക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വേഗം കംപ്ലൈന്റ് ആണ് അല്ലെ. എന്തെങ്കിലും ഒന്ന് നമ്മൾ ഇന്ന രീതിയിൽ നടക്കണം എന്ന് വിചാരിച്ച് നടന്നിട്ടില്ലെങ്കിൽ അല്ലോ അതങ്ങനെയാണ്, അവരിങ്ങനെയാണ്, മറ്റേതാണ് മറിച്ചേതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം അത് എന്താ കംപ്ലൈന്റ് മോഡിലേക്കാണ് നമ്മൾ പോവുക. നമ്മൾ അവിടെ അള്ളാന്റെ അടുത്ത് നമ്മൾ ചോദിക്കുന്ന കാര്യം പലപ്പോഴും മറന്നു പോകും, അല്ലെങ്കിൽ ചോദിച്ചിട്ട് അപ്പൊ തന്നെ ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ള പ്രശ്നമാണ് നമുക്ക് അല്ലെ. അതിനെ കുറിച്ച് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ട് ഉടനെ ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ള നമ്മുടെ മൈൻഡ് സെറ്റിലുള്ള പ്രശ്നം. അപ്പം നമ്മൾ എന്ത് ചെയ്യാ, ദുആ ചെയ്യാ. എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ദുആ ചെയ്യാ. ആക്ച്വലി ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദിക്ർ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ അള്ളാഹുവിന്റെ ദിക്റുള്ള ആളുകളായിരിക്കണം അല്ലെ. അള്ളാഹുവിന്റെ ദിക്റുള്ള ആളുകൾക്ക് മനസ്സിന് ഭയങ്കര സമാധാനമാണെന്നൊക്കെ അള്ളാഹു ഉറപ്പ് തന്നിട്ടുള്ള കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദിക്ർ എന്താണ്, ഓ രാവിലത്തെ 100 സുബ്ഹാനല്ലാഹ് കംപ്ലീറ്റ് ചെയ്തോ, ടിക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു അത് കംപ്ലീറ്റ് ചെയ്തോ, ടിക്ക് അല്ലെ. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതൊക്കെ നമ്മൾ ചുണ്ടുകൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങും എന്ത്, നമ്മളെ കംപ്ലൈന്റ് ബോക്സിലെ അതില്ല, അതങ്ങനെ ആയിപ്പോയി, ഒരിങ്ങനെ ആയിപ്പോയി, അത് മറ്റേതായി, ഇത് മറിച്ചേതായി, ആൾക്കാർ അത് ചെയ്തു എന്നോട്, സുബ്ഹാനല്ലാഹ്. പക്ഷെ എന്താ നമ്മളുടെ ദിക്ർ എന്ന് പറയുന്നത്, നമ്മളുടെ ഓരോ സ്റ്റെപ്പിലും റബ്ബിനെ ഓർക്കുക, യാ അല്ലാഹ് ഇതെനിക്ക് എളുപ്പാക്കി താ, യാ അല്ലാഹ് അത് ചെയ്യാനുള്ള എളുപ്പം നീ എനിക്ക് താ, യാ അല്ലാഹ് അതിന് നീ എന്നെ കഴിവുള്ളവളാക്ക റബ്ബേ, യാ അല്ലാഹ് ഈ പരീക്ഷണത്തിൽ നിന്ന് നീ വളരെ ഈസി ആയിട്ട് നീ എന്നെ പുറത്തു കൊണ്ടുപോകാ റബ്ബേ, യാ അല്ലാഹ് ഈ പരീക്ഷണത്തിൽ നിന്ന് ഞാൻ പഠിക്കേണ്ട പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ പുറത്തേക്ക് കൊണ്ടുപോകാ റബ്ബേ, യാ അല്ലാഹ് എന്റെ ഇന്ന് ഉണ്ടാക്കുന്ന ചോറും കറിയും നല്ല ടേസ്റ്റ് ഉള്ളതാവണേ റബ്ബേ. സുബ്ഹാനല്ലാഹ്. അപ്പം ഓരോ കാര്യങ്ങൾക്കും നമ്മൾ റബ്ബിൽ ഡിപ്പെൻഡ് ചെയ്യുക. ഓരോ കാര്യങ്ങളും നമ്മൾ റബ്ബിനെ ഓർത്തുകൊണ്ട് റബ്ബിനോട് പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ട് എപ്പോഴും നമ്മളെ ഉള്ളില്, നമ്മളുടെ തലച്ചോറിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഫുൾ ടൈം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെ. നമുക്കത് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇനി ചോറ് വെക്കുകയാണെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഉള്ളിലൊരു സംസാരം അങ്ങനെ നടക്കുന്നുണ്ടാവും. അത് നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെയാണ് സംസാരിക്കാറില്ലേ, അല്ലെങ്കിൽ അവരത് അങ്ങനെ ചെയ്തിട്ട് അവരോട് അത് അങ്ങനെ പറയണം, ഇത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറും പ്ലാൻ ചെയ്യാറൊക്കെ ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഈ സംസാരങ്ങളൊക്കെ എന്താക്കുക, അള്ളാഹുവിനോടുള്ള സംസാരങ്ങളാക്കി മാറ്റാം. എല്ലാത്തിനും അള്ളാഹിനെ ഡിപ്പെൻഡ് ചെയ്യുക, എല്ലാത്തിനും അതാണ് അള്ളാഹുവിന്റെ ദിക്ർ. അല്ലാതെ രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും 100 200 മാത്രം ചുണ്ടുകൊണ്ട് ഒപ്പിച്ചിട്ട് ബാക്കി ഫുൾ ടൈം കംപ്ലൈന്റ് ചെയ്യലല്ല അള്ളാഹുവിന്റെ ദിക്ർ. ആ ചുണ്ടുകൊണ്ട് ഒപ്പിക്കുന്നത് നമ്മൾ ഹൃദയം കൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ആ ഓരോ സുബ്ഹാനല്ലാഹുകളും നമ്മുടെ ഹൃദയത്തിൽ നിന്നല്ലേ, നമ്മൾ ഇതുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹങ്ങൾ ഓർക്കുകയൊക്കെ ചെയ്യുമ്പം ഈ അൽഹംദുലില്ലാഹയുടെ എണ്ണമൊക്കെ അതിനേക്കാളും കൂടുതലാവും ഒരു ദിവസം. അത് നമ്മൾ ഹൃദയത്തിൽ നിന്ന് വരുന്നതാവും. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ദിക്റുള്ള ആളുകളാവും. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന് സമാധാനം കിട്ടുന്നത്. നമ്മൾ വിചാരിക്കും, ഓ അള്ളാഹിന്റെ ദിക്ർ ഉണ്ടെങ്കിൽ ഹൃദയത്തിന് ഭയങ്കര സമാധാനമാണ്, ഞാൻ ഇന്ന് 1000 10,000 20,000 ഒക്കെ ഒരു ദിവസം എണ്ണ ഒപ്പിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്റെ സമാധാനം എവിടെയെന്നല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ കാണാറുണ്ട് പലരും 1000 10,000 ഒക്കെ എണ്ണി ഒപ്പിക്കുന്നത് ദിവസം. പക്ഷെ അവരൊരു സമാധാനമുള്ള ആളുകളായിട്ട് നമ്മൾ കാണാറില്ല അല്ലെ. അവര് പ്രശ്നങ്ങളും പരാതികളും കുറ്റം പറച്ചിലുകളും ഒക്കെയുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ കാണുന്നത്. അള്ളാഹുവിന്റെ ദിക്ർ എന്ന് പറയുന്നത് ഈ ചുണ്ടുകൊണ്ട് എണ്ണി ഒപ്പിക്കലല്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോ കാര്യങ്ങളും അള്ളാഹുവിൽ ഡിപ്പെൻഡ് ചെയ്യും. ഓരോ കാര്യങ്ങളും അള്ളാഹുവിനോട് പറയാം, അള്ളാഹുവിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിന്റെ നമ്മളെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്, കംപ്ലൈന്റും അള്ളാഹുവിന്റെ അടുത്ത് പറയാ. പക്ഷെ നമ്മൾ പലപ്പോഴും അല്ലേ, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം അത് ഒന്നെങ്കിൽ മറ്റുള്ളവരെ കുഴപ്പം, അല്ലെങ്കിൽ നമ്മളുടെ കുഴപ്പം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അത് പറ്റൂല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇത് പറ്റൂല. എല്ലാം പറ്റുന്നതും പറ്റിക്കുന്നതും ഒക്കെ റബ്ബാണ്. അപ്പൊ അള്ളാഹുലേക്ക് നമ്മൾ തിരിഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയും, ഞാൻ റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്തു പക്ഷെ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സമാധാനക്കെടല്ലേ. ആ ദുആ ചെയ്ത് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പണി തീർന്നത് നമ്മുടെ വിചാരം. പക്ഷെ എപ്പോഴും റബ്ബുമായിട്ട് കണക്ഷനിൽ ആയിരിക്കുക. അപ്പൊ നമുക്ക് കുറച്ചേ കംപ്ലൈന്റ് ചെയ്യാനുണ്ടാവുള്ളൂ, നിരാശപ്പെടാൻ അധികം ഉണ്ടാവില്ല, നഷ്ടബോധം ഉണ്ടാവാൻ അധികം ഉണ്ടാവില്ല, സ്ട്രെസ് ഉണ്ടാവില്ല. ശരിക്കും ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, സ്ട്രെസ് അല്ലേ. ഇതെന്താ ഈ സ്ട്രെസ് എന്ന് ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട്. ഓരോരുത്തർ ഓരോന്ന് പറയുന്നേക്കുമ്പോ എന്തിനാ ഇതിന് മാത്രം സ്ട്രെസ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ കോൺസ്റ്റന്റ് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, അള്ളാഹുലേക്ക് തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നവർക്ക്
ഈ ഒരു പറഞ്ഞ സ്ട്രെസ് ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. ഏറ്റവും ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷനിൽ പോലും അങ്ങേയറ്റം റിലാക്സ്ഡ് ആയിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും. അത് പറ്റണമെങ്കിൽ നമ്മൾ റബ്ബിലേക്ക് തിരിയണം, തിരിഞ്ഞുകൊണ്ടേയിരിക്കണം. റബ്ബിന്റെ അടുത്ത് ചോദിക്കുന്നത് നിർത്താനേ പാടില്ല. നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചോദിക്കൽ മാത്രമാണ്. അതെങ്ങനെ, അത് ഞാൻ ഇപ്പൊ ചോദിച്ചാൽ റബ്ബ് എങ്ങനെയാ തരാ, അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ, അതൊന്നും നമ്മൾ ചിന്തിക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഒരു വടിയിൽ നിന്ന് അല്ലെ, അത്രയും ഊഷരമായിട്ട് കിടക്കുന്ന ഭൂമിയിൽ ഒരു വടി കൊണ്ട് ഒരു പാറയുടെ മുകളിൽ അടിച്ചിട്ട് 12 ഉറവുകൾ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹ്ക്ക് പറ്റാത്ത ഒന്നുമില്ലല്ലോ. അപ്പൊ അതിന്റെ പിന്നിലുള്ള ലോജിക്കും പോസിബിലിറ്റിയും ഒന്നും നമ്മൾ ചിന്തിക്കണ്ട അള്ളാഹിന്റെ അടുത്ത് ചോദിക്കുമ്പോ. എനിക്ക് പ്രായമായി, എന്റെ മെമ്മറി വീക്കാണ്, എനിക്ക് റൂട്ട് ലെറ്റേഴ്സ് പഠിക്കാൻ പറ്റൂല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അള്ളാഹിന്റെ അടുത്ത് ചോദിക്കുക, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹു അൽ ഖദീർ ആണ് അല്ലേ, അള്ളാഹ്ക്ക് ഒന്നും പ്രയാസമില്ല. അള്ളാഹ് നടത്തി തന്നു കഴിഞ്ഞാൽ ഒന്നും പ്രയാസമില്ല. ഞാൻ പറഞ്ഞു, നമ്മള് ഈ പ്രായമാണ് മെമ്മറി ഇല്ല എന്നൊക്കെ പറയുന്നവര് വിചാരിക്കുന്നുണ്ടാവും എനിക്ക് വേണമെങ്കിൽ അടുക്കളയിൽ ചെന്നിട്ട് ഒരു ചോറും കറിയും ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നും ഇല്ല എന്നല്ലേ. നമ്മൾ കുറച്ചു നേരത്തെ കണ്ടു, ഈ ഉണ്ടാക്കിയ ചോറും കറിയും തന്നെ നമ്മൾ ചിലപ്പം ഈസി ആയിട്ട് തിന്നണമെങ്കിൽ നമുക്ക് റബ്ബിന്റെ ഹെൽപ്പ് വേണം. അപ്പൊ എനിക്ക് ചോറ് വെക്കാൻ പറ്റും, എന്റെ മെമ്മറി വീക്കാന്ന് ചിന്തിക്കുന്നവർ ചിന്തിക്കുക, ആ ചോറ് വെക്കുന്നത് ഞാനും എന്റെ കഴിവും ഈ മെമ്മറി വീക്കായത് എന്റെ കഴിവുകേടുമല്ല, അത് രണ്ടും റബ്ബ് എളുപ്പമാക്കി തന്നാൽ തന്നെ നടക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അത് എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അതേ റബ്ബിന് ഇതും സാധിപ്പിച്ച് തരാൻ പറ്റും. അവിടെ നമ്മൾ പോസിബിലിറ്റിയും ഫീസിബിലിറ്റിയും ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. റബ്ബിന് പറ്റും. റബ്ബിന്റെ അടുത്ത് തേടിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തില് നോ എന്നൊരു വാക്ക് ഇല്ല അല്ലെ. അല്ലാഹു അൽ ഖദീറാണ്. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്ത ലെസൺ എന്ന് പറയുന്നത് അള്ളാഹു ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ചോദ്യത്തിന് ദുആക്ക് വെള്ളം കൊടുത്ത സാഹചര്യം അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുഗ്രഹം മേലെ നിന്നും താഴെ നിന്നും തരുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാം വെള്ളത്തിന് വേണ്ടി ദുആ ചെയ്തപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണമെങ്കിൽ വെള്ളം ആകാശത്ത് നിന്ന് കൊടുക്കായിരുന്നു അല്ലെ. മഴയുടെ രൂപത്തില് അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ മേലെ ഗമാമായിട്ട് അവർക്ക് തണല് നൽകിയിരുന്ന മേഘം ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അള്ളാഹ്ക്ക് ആ മേഘത്തിൽ നിന്ന് മഴയാക്കിയിട്ട് ഇറക്കായിരുന്നു. പിന്നെ എന്തിനാ അള്ളാഹു സുബ്ഹാനഹു തആല മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വടി കൊണ്ട് അടിക്കുന്നു പറഞ്ഞത്? വെള്ളം താഴെ ഭൂമിയിൽ നിന്നല്ലേ, പാറയിൽ നിന്ന് പൊട്ടി ഒഴുകാൻ പറഞ്ഞത്? എന്താണ് ഈ മഴവെള്ളവും അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് വരുന്ന വെള്ളവും തമ്മിലുള്ള വ്യത്യാസം? മഴവെള്ളത്തിന് നമ്മൾ സ്റ്റോർ ചെയ്യണം അല്ലെ. എവിടെയെങ്കിലും നമ്മൾ കിണറ്റിലൊക്കെ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ് അത് അവിടെ നിൽക്കുന്നത്. അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് കേടായി പോകാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ എന്തെങ്കിലും പാത്രത്തിലൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കേടായി പോകും. നമ്മൾ കിണറ്റിലെ വെള്ളം ഇതായിരിക്കുന്നത് എന്താ, അത് ഭൂമിന്റെ അടിയിൽ നിന്നും ഉറവയായിട്ട് വരുന്നത് കൊണ്ടാണ് അല്ലെ. മഴ എന്താണ് മണ്ണിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് കൊണ്ടാണ്. അപ്പം ഭൂമിയിൽ നിന്ന് വരുന്ന വെള്ളം എപ്പോഴും എന്തായിരിക്കും? ഫ്രഷ് ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല ആകാശത്തു നിന്നും നമുക്ക് തരുന്നുണ്ട്, ഭൂമിയിൽ നിന്നും തരുന്നുണ്ട്. ഇവിടെ ഇപ്പോ ബനി ഇസ്രായേലിന് ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ഓഫ് വാട്ടർ എന്താണ്? ഭൂമിയിൽ നിന്നുള്ള വെള്ളം. അപ്പൊ അതെപ്പോഴും ഫ്രഷ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹ് ആകാശത്ത് നിന്ന് കൊടുക്കേണ്ട സമയത്ത് ആകാശത്ത് നിന്നും, ഭൂമിയിൽ നിന്ന് കൊടുക്കേണ്ട സമയത്ത് ഭൂമിയിൽ നിന്നും കൊടുക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. ഇനി വേറൊരു കാര്യം, ഒരാള് ദുആ ചെയ്തിട്ട് മിണ്ടാണ്ട് കൈയും കെട്ടി ഇരിക്കൽ മാത്രല്ല അല്ലെ. ദുആ ചെയ്യുകയും വേണം, നമ്മൾ നമ്മളുടേതായ എഫേർട്ട് ഇടുകയും വേണം. സുബ്ഹാനല്ലാഹ്. ദുആ ചെയ്യുക, നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇവിടെ മൂസ അലൈഹി ഇസ്ലാം ഇസ്തസ്ഖ അല്ലെ, വെള്ളത്തിന് വേണ്ടി ദുആ ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, നീ ആ വടിയെടുത്ത് ആ പാറയുടെ മേലെ അടിക്കുക. അള്ളാഹ്ക്ക് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അല്ലെ. അത് മൂസ അലൈഹി ഇസ്ലാം ചോദിച്ചു, ഞാൻ അങ്ങ് കൊടുത്തു. അള്ളാഹ്ക്ക് കൊടുക്കായിരുന്നല്ലോ. അള്ളാഹ്ക്ക് അതൊരു പ്രയാസമുള്ള കാര്യമേ അല്ല. പക്ഷെ അള്ളാഹു പറഞ്ഞു, നീ വടി കൊണ്ട് അടിക്കുകയെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളും എന്തൊക്കെയോ ചെയ്യണം അല്ലെ. നമ്മളെ പ്രശ്നം എന്താ? എന്തെങ്കിലും ഒരു കാര്യം അല്ലോ ഞാൻ ദുആ ചെയ്ത്, ഞാൻ ദുആ ചെയ്തിട്ടുണ്ട് പക്ഷെ നടക്കുന്നില്ല, വിഷമം, പരാതി, സങ്കടം, കരച്ചിലല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അധ്വാനിക്കണം. നമ്മൾ വസ്തഈനു ബിസ്സബ്രി വസ്സലാത്തിലും നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അവിടെ നമസ്കാരം കൊണ്ട് പ്രശ്നം സോൾവ് ചെയ്യുന്ന കാര്യത്തിൽ അതിന്റെ മുമ്പ് അള്ളാഹ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അല്ലെ, ബിസ്സബർ. സബർ എന്ന് പറഞ്ഞത് എന്താന്ന് നമ്മളപ്പോ മനസ്സിലാക്കി. സ്ട്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മൾ ചെയ്യണം. ദുആ ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ട് ഇത് നടക്കുന്നില്ല എന്ന് പറഞ്ഞ പരാതി പറയലല്ല അല്ലെ. എന്തായാലും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്യേണ്ടിയും ഒരുപാട് ദുആ ചെയ്യേണ്ടിയും വരും അത് നടക്കണമെങ്കിൽ. സുബ്ഹാനല്ലാഹ്. എന്ന് വെച്ചിട്ട് അത് നിർത്തലല്ല. അപ്പൊ നമ്മൾ അത് ചെയ്യുമ്പോൾ
എന്നാ ചിലർ ചോദിക്കും എന്തായാലും ഇപ്പം എന്താണ് ചെയ്യണം, പിന്നെ ഇപ്പൊ അതിന് ദുആ ചെയ്യേണ്ട ആവശ്യം എന്താ അല്ലേ? ഇതുപോലത്തെ കുനിഷ്ഠ ചോദ്യങ്ങളൊക്കെ നമ്മൾ മക്കളിൽ നിന്നൊക്കെ കേൾക്കാറുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് ഈസി ആക്കി തരും, നമുക്ക് അത് സാധ്യമാക്കി തരും. ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലത്തെ കാര്യം, നമ്മൾ ചില ദിവസം അടുക്കളയിൽ കയറി കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് 3/4 മണിക്കൂർ കൊണ്ടൊക്കെ പെട്ടെന്ന് പണി കഴിയും മിക്ക ദിവസങ്ങളിൽ, അൽഹംദുലില്ലാ അല്ലേ. പക്ഷെ ചില സമയത്ത് വല്ലാത്തൊരു ഉഴപ്പാണ്, വല്ലാത്തൊരു ഉഴൽച്ചയാണ്. നമ്മൾ കയറി കഴിഞ്ഞ് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും പല ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും. ഓരോരുത്തരും ബെല്ലടിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ ചെയ്യും, നമ്മൾ എടുത്ത സാധനം കയ്യിൽ കിട്ടൂല, വാട്ടിയ ഉള്ളി കരിഞ്ഞു പോവും, അങ്ങനെയൊക്കെ അതും സംഭവിക്കാറുണ്ടോ? ഉണ്ടല്ലേ. അപ്പം ഒരേ കാര്യം എളുപ്പവും ബുദ്ധിമുട്ടുമായി മാറാറുണ്ട്. അതുകൊണ്ടാണ് ദുആ ചെയ്യണം, ദുആ ചെയ്യും വേണം, നമ്മൾ പണിയെടുക്കുകയും വേണം. ദുആ ചെയ്യുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എളുപ്പമാക്കി തരുന്നത്. അപ്പൊ എന്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഇനി ദുആ ചെയ്തോളാം, അതിന്റെ കൂടെ അതിനെടുക്കേണ്ട പണികളൊക്കെ എടുത്തോളാം, റബ്ബ് എളുപ്പാക്കി തരും. മാത്രമല്ല നമ്മൾ ഓരോ ദുആ ചെയ്യുമ്പോഴും നമ്മൾ അള്ളാഹുവിന്റെ ദിക്റിലായിരിക്കുകയാണ്. നമുക്ക് ആ ഒരു സമയത്ത് അള്ളാഹുവിനെ മറന്നു പോകാനുള്ള മാർഗ്ഗമില്ല അല്ലെ. അള്ളാഹുവിന്റെ ദിക്റിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ശാന്തമാവാണ്. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഫ്രസ്ട്രേഷൻസ് ഇല്ല, നമ്മൾ അള്ളാഹുവിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലെ. പിന്നെ നമ്മൾ എന്തിന് ടെൻഷൻ അടിക്കണം? മാത്രല്ല നമ്മൾ ഓരോ പ്രാവശ്യം ദുആ ചെയ്യുമ്പോഴും നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് വീണ്ടും വീണ്ടും പറയണം, അള്ളാഹ് ഈ ചെറിയ കാര്യത്തിന് പോലും ഞാൻ നിന്നെ ഡിപ്പെൻഡ് ചെയ്യാറപ്പേ, എനിക്ക് ഒറ്റക്ക് പറ്റൂല. അപ്പൊ നമ്മൾ അബ്ദാണെന്ന് വീണ്ടും വീണ്ടും റബ്ബിന്റെ അടുത്ത് എടുത്തെടുത്തെടുത്ത് പറയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹ്ക്ക് ഇത്ര ഇഷ്ടമുള്ള കാര്യം വേറെ ഇല്ല. നമുക്ക് അത്രയും ചോദിക്കുന്നവന് കൊടുക്കാൻ റബ്ബിന് ഇഷ്ടമാണ്. ചില സമയത്ത് നമ്മൾ വിചാരിക്കും അല്ലാ ഇത് എത്രയാ റബ്ബ് തന്നതെന്നല്ലേ. അപ്പൊ അത്രയും റബ്ബ് തരും സുബ്ഹാനല്ലാഹ്, ഇഹത്തിലും പരത്തിലും. അപ്പൊ ചോദിച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴും റബ്ബിന്റെ ദിക്റിലായിരിക്കല് ഇങ്ങനെയാണ്. എല്ലാം റബ്ബിന്റെ അടുത്ത് പറയാം. അല്ലാണ്ട് നമ്മൾ ചുണ്ടുകൊണ്ട് മാത്രം 100ഉം 200ഉം ഒപ്പിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് ഫുള്ള് മനസ്സമാധാനക്കേട് ഉണ്ടെങ്കിൽ വിചാരിക്കുക അള്ളാഹ് പറഞ്ഞത് എന്താ, അള്ളാഹിന്റെ ദിക്റില് ഹൃദയങ്ങള് സമാധാനം അടയുന്നതാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞത് തെറ്റൂല, എന്റെ രീതിക്കാണ് തെറ്റുള്ളതെന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ദിക്റുള്ള ആളുകളായിട്ട് മാറുക. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ അള്ളാഹുവിന്റെ ഒരു നബിയാണ് മൂസ അലൈഹി ഇസ്ലാം അല്ലെ. സാധാരണ മനുഷ്യന്മാരെ പോലെ അവരും ആവശ്യക്കാരാണ്. മൂസ അലൈഹി ഇസ്ലാം അല്ലെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏതൊരു പ്രവാചകന്മാരും നബിമാരും അവര് അള്ളാഹുവിനെ പോലെ അൽ ഖദീറും അൽ ഖാദിറും ഒന്നും അല്ല അല്ലെ. അവർക്ക് വേണ്ടതൊക്കെ അവർ സ്വന്തം ഉണ്ടാക്കാൻ കഴിവുള്ളവരൊന്നും അല്ല. അവർ സാധാരണ മനുഷ്യന്മാരാണ്. ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് വെള്ളത്തിന് വേണ്ടി ചോദിക്കേണ്ടി വന്നു. മൂസ അലൈഹി ഇസ്ലാം എന്താണ് അൽ ഖദീർ ആയിരുന്നെങ്കിൽ, അള്ളാഹുവിനെ പോലെ എല്ലാം ചെയ്യാൻ പറ്റുന്നവനായിരുന്നെങ്കിൽ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ തന്നെ പല വിഭാഗങ്ങൾക്കും അങ്ങനെ ഒരു തെറ്റായ ധാരണയുണ്ട്. പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എല്ലാ പവറും ഉണ്ട്. അവർ പലപ്പോഴും അള്ളാഹുവിനെ പോലും മറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. പല വിദഅത്തുകളും അതിന്റെ പേരിൽ ഉണ്ടാവാറുണ്ട് അല്ലെ. അവരെന്തോ ദൈവികമായ കഴിവുള്ളവരാണ്. ഇല്ല, അവർ മനുഷ്യന്മാരാണ്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് മനുഷ്യനും ആവശ്യമുള്ളത് പോലെ തന്നെ റബ്ബിന്റെ സഹായം അവർക്ക് ആവശ്യമുണ്ട്. ഇതിന്റെ വേറൊരു ആംഗിൾ എന്ന് വെച്ചാല്, ഇവിടെ മൂസ അലൈഹി ഇസ്ലാം പറയാണ്, അവര് വെള്ളത്തിന് വേണ്ടി ചോദിച്ചപ്പോ അവരോട് പറയാന്ന് വെച്ചോ, വെയിറ്റ് ചെയ്തോ വെള്ളം വന്നോളും എന്ന് പറയുന്നില്ല അല്ലെ. ഞാൻ മൂസയാണ്, എന്റെ കമാൻഡില് കടല് പിളർന്നിട്ടുണ്ട്, ഫിറഔനിൽ നിന്ന് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, വെള്ളം വന്നോളും. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ യാതൊരു അഹങ്കാരം അവിടെ മൂസ അലൈഹി ഇസ്ലാം കാണിച്ചിട്ടില്ല അല്ലെ. മൂസ അലൈഹി ഇസ്ലാമും അവിടെ ദുആ ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇനി ഏതൊരു ലെവൽ ഇബാദയിൽ എത്തിയെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും, എത്ര വലിയ ഇൽമും എത്ര വലിയ അമലും ഉള്ള ആളുകളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അള്ളാഹുവായിട്ട് എത്രയോ അടുത്തെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ള തോന്നലൊന്നും വേണ്ട. എന്നാലും അഥവാ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം റബ്ബിന്റെ അടുത്ത്. നമ്മൾ എപ്പോഴും ആവശ്യക്കാർ തന്നെയാണ്. മൂസ അലൈഹി ഇസ്ലാമിന് അത്രയും പീക്കിലിരിക്കുന്ന ഒരു അവസ്ഥയിൽ വെള്ളത്തിന് വേണ്ടി റബ്ബിന്റെ അടുത്ത് മൂസ അലൈഹി ഇസ്ലാം ചോദിച്ചു എന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ചോദ്യം നിർത്താൻ ഒരു വകുപ്പും ഇല്ല അല്ലെ. നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ചു നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റബ്ബിന്റെ അടുത്ത് പറയാണ്, റബ്ബേ നീ അൽ അസീസാണ്, ഞാൻ എന്താണ് ഫഖീറാണ്, നീ അൽ ഗനിയാണ്, ഞാൻ വെറും ഒരു ഭിക്ഷക്കാരൻ മാത്രമാണ്, ഞാൻ നിന്റെ അടുത്ത് യാചിച്ചു കൊണ്ടേയിരിക്കുകയാണ്, എന്റെ കൈ ഇതാ നിന്റെ മുമ്പിൽ നീ തായോ അല്ലെ. ഭിക്ഷക്കാർ അവരുടെ കൈ നീട്ടുന്നത് പോലെ നമ്മൾ റബ്ബേ, പക്ഷെ നമ്മളെ മുമ്പിൽ ഭിക്ഷക്കാർ കൈ നീട്ടി കഴിഞ്ഞാൽ നമുക്ക് വെറുപ്പുണ്ടാവും അല്ലെ. കൊടുക്കും നമ്മൾ, പക്ഷെ നമുക്ക് ദേഷ്യ ഇഷ്ടക്കേടാ. പക്ഷെ റബ്ബിന് ഭയങ്കര ഇഷ്ടം അത് നമ്മൾ കൈ നീട്ടുന്നത്.
അപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് ഇതൊക്കെ ഇപ്പൊ എന്താ അള്ളാഹിനോട് ഇത്ര ചോദിക്കാം, അള്ളാഹ്ക്ക് അറിയാവുന്ന കാര്യമില്ലേ, അള്ളാഹ് തരേണ്ട കാര്യമില്ലേ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാവും ആ ചിന്ത, ഇത് അള്ളാഹ് തന്നോളും അല്ലെ. നമ്മൾ അതൊരു ദുആ ആക്കി പലപ്പോഴും മാറ്റാറില്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയായിരുന്നു ബനി ഇസ്രായേലിന് വെള്ളം വേണമെന്ന്. അള്ളാഹു അവരെ കടല് കടത്തി അല്ലെ, മന്നയും സൽവയും ഒക്കെ കൊടുത്ത റബ്ബിന് അവർക്ക് വെള്ളം വേണമെന്നും അറിയായിരുന്നു. മൂസ അലൈഹി സ്വലാം വിചാരിക്കണം അതൊക്കെ അള്ളാഹ്ക്ക് അറിയാം, അള്ളാഹ് തന്നോളും എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇസ്തസ്ക അവിടെ ഉണ്ടാവില്ലായിരുന്നു അല്ലെ. പക്ഷെ മൂസ അലൈഹി സ്വലാം അത് അറിഞ്ഞിട്ടും ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ഉൾക്കൊള്ളാനുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്തത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കഴിവും ഔദാര്യവും അതും കൂടെ ഇവിടെയുണ്ട്. അള്ളാഹു അൽ ഖദീറാണ്, അള്ളാഹു അൽ ജവാദാണ്. അള്ളാഹുവിന് ഇവിടെ ഇങ്ങനെ ഈ ഒരു വെള്ളം അവർക്ക് കൊടുക്കാനുള്ള കഴിവുണ്ട് അല്ലെ. അതിന്റെ തെളിവാണ് ഈ വെള്ളം കിട്ടിയത്. മാത്രമല്ല കഴിവുള്ളവരെല്ലാവരും കൊടുത്തോളണമെന്നില്ല. സുബ്ഹാനല്ലാഹ് അല്ലെ. ജനറസ് ആയിരിക്കണം, ഔദാര്യവും ഉണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ അവർക്ക് വെള്ളം കൊടുത്തതിൽ നിന്ന് അള്ളാഹുവിന്റെ അൽ ഖദീർ അൽ ജവാദ് അല്ലെ, ഈ രണ്ട് കാര്യങ്ങളും തെളിവാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു പെർഫെക്ഷൻ അല്ലെ, ആ ഒരു എന്താണ്, മൂസ അലൈഹി ഇസ്ലാമിന് വടി കൊണ്ട് അടിക്കുമ്പോൾ ആ ഒരു മുഅ്ജിസത്ത് കൊടുക്കാനുള്ള അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു കഴിവ്, ശരിക്കും ഇത് വലിയൊരു കഴിവ് തന്നെയാണ് അല്ലെ. കാരണം ഈ ഒരു കാര്യം വടി കൊണ്ട് മൂസ അലൈഹി ഇസ്ലാം അടിച്ചിട്ട് അപ്പൊ ആ ഒരു മുഅ്ജിസത്ത് കൊടുത്തത് കൊണ്ട് എന്താ ഒരു ഗുണമുള്ളത്? ബനി ഇസ്രായേലിന് വീണ്ടും മൂസ അലൈഹി ഇസ്ലാമിൽ ഒന്നും കൂടെ വിശ്വാസം ഉറപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് അതല്ലേ. മൂസ അലൈഹി ഇസ്ലാമിന്റെ റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്തിട്ട് വടികൊണ്ട് പാറയിൽ അടിച്ചപ്പോൾ വെള്ളം ഒഴുകാണ്. ആ ഒരു സാഹചര്യം അവർ കാണുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിൽ ഒന്നും കൂടെ അവരെ ഉറച്ചു വിശ്വസിപ്പിക്കാനും ഒന്നും കൂടെ മൂസ അലൈഹി ഇസ്ലാം പറയുന്നത് അനുസരിക്കാനുമുള്ള ഒരു സാഹചര്യം അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ ഒരുക്കി കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു വലിയ അത്ഭുതം തന്നെയാണ് അതല്ലേ ഈ ഒരു സംഭവം. ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ നടത്താൻ കഴിവുള്ളവനാണ് റബ്ബ്. എന്നാൽ ഇതിനേക്കാളും വലിയൊരു അത്ഭുതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നടന്നതായിട്ട് ബുഖാരിയിൽ ഒരു റിപ്പോർട്ടുണ്ട്. നമ്മൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും, ചിലർ കേൾക്കാത്ത കാര്യമായിരിക്കും. ഒരിക്കൽ സഹാബാക്കളുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്യുമ്പോൾ തീരെ വെള്ളമില്ല, അവർക്ക് വെള്ളം കിട്ടാൻ ഒരു മാർഗ്ഗവും ഇല്ല. ഒരു ബൗളിൽ കുറച്ച് വെള്ളമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും ആ ബൗൾ ഇങ്ങനത്താ. അങ്ങനെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അദ്ദേഹം അതിനകത്ത് കൈയിടും. കൈയിട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. ആ വെള്ളം ഒഴുകാന്ന് വെച്ചാല് അവിടെ ഉണ്ടായിരുന്ന ഏകദേശം അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനകത്ത് ഏകദേശം 70-80 ആളുകൾ ഉണ്ടായിരുന്നു എന്നാ പറയപ്പെടുന്നത്. അത്രയും ആളുകൾക്ക് കുടിക്കാനും കുളിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറാനുമുള്ള വെള്ളം അതിൽ നിന്ന് വന്നു. സുബ്ഹാനല്ലാഹ്. ഇതൊരു വലിയ അത്ഭുതമാണല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കഴിവ് എന്താണ്. ഇത് മൂസ അലൈഹി ഇസ്ലാമിന് കൊടുത്തതിനേക്കാളും വലിയൊരു മുഅ്ജിസത്ത് തന്നെ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കഴിവ്. ഇനി അടുത്തത് മൂസ അലൈഹി ഇസ്ലാമിന്റെ സ്പെഷ്യൽ റാങ്ക്. മൂസ അലൈഹി ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു തആല അടുത്ത് ദുആ ചെയ്തപ്പം അള്ളാഹു സുബ്ഹാനഹു തആല മറുപടി കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ തന്നെ മറുപടി കൊടുക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഒരാളുടെ ദുആക്ക് ഉടനെ മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം തന്നെ അല്ലെ. പ്രത്യേകിച്ച് മൂസ അലൈഹി ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് വളരെ 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 സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആളാണ്. അള്ളാഹ്ക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്ത് അഹ്സാബിൽ 69-ാമത്തെ ആയത്തില് വകാന ഇൻദല്ലാഹി വജീഹ മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം അള്ളാഹുവിന്റെ അടുക്കൽ ഉത്കൃഷ്ടനായിരുന്നു, വളരെയധികം ആദരണീയനായിരുന്നു. സുബ്ഹാനല്ലാഹ്. അത്രയ്ക്ക് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. മൂസ അലൈഹി ഇസ്ലാം ചോദിച്ച മിക്ക ദുആകളും അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ നിറവേറ്റി കൊടുക്കുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അടുത്തൊരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എന്തൊരു അനുഗ്രഹം തന്നാലും വെള്ളമാവട്ടെ ഭക്ഷണമാവട്ടെ നമ്മൾ അതിനെ യൂസ് ചെയ്യണം അല്ലെ. അള്ളാഹ് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് അവരെടുത്ത് എന്താ പറയാ, നിങ്ങള് ഇല്ല ഇനി ദാഹിച്ചും വിശന്നും ഇരിക്കുന്നല്ല പറഞ്ഞത്. കുലു വഷ്റബു, നിങ്ങൾ കഴിക്കുക, നിങ്ങൾ കുടിക്കുക. മിർ റിസ്ഖില്ല, അള്ളാഹുവിന്റെ റിസ്ഖിൽ നിന്ന്. പക്ഷെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. അത് നിങ്ങൾ ഇതിനെ അബ്യൂസ് ചെയ്യരുത്, എന്താണ്, നശിപ്പിച്ച് കളയരുത്, കുഴപ്പമുണ്ടാക്കരുത് ഇതിന്റെ പേരിൽ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിൽ ഒരുപാട് 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 അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഭക്ഷണമായും വെള്ളമായും എന്തൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എണ്ണാൻ പറ്റാത്ത സാധനങ്ങൾ നമുക്കതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ തന്നെ ഉള്ളതാണ്. പക്ഷേ കെയർഫുൾ ആയിരിക്കണം, വേസ്റ്റ് ചെയ്യരുത്, കുഴപ്പമുണ്ടാക്കരുത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുക, നശിപ്പിച്ച് കളയരുത്, വേസ്റ്റ് ചെയ്യാൻ പാടില്ല.
വേസ്റ്റ് ചെയ്യല് നന്ദികേടാണ് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് നന്ദികേട് കാണിച്ചു കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും നമ്മളിൽ നിന്ന് അനുഗ്രഹങ്ങൾ എടുത്തു കളയാവുന്നതാണ്. നഊസുബില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല പുറത്ത് മാപ്പാക്കി തട്ടല്ലേ. നമ്മളൊക്കെ വേസ്റ്റേജിന്റെ ആൾക്കാരാണ്, പ്രത്യേകിച്ച് നമ്മള് കേരളത്തിലെ മുസ്ലിങ്ങൾ. ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മലബാരി മുസ്ലിങ്ങൾ സുബ്ഹാനല്ലാഹ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അസ്തഗ്ഫിറുല്ലാഹ് ദൈനംദിന ജീവിതത്തിൽ ഡെയിലി നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അസ്തഗ്ഫിറുല്ലാഹ്, നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു ലെസൺ ഇതിനകത്തുള്ളത്, നമുക്ക് ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്ക് ഒന്നുകൂടെ വരാം ഇൻഷാ അല്ലാഹ്. ഇതിൽ മറ്റൊരു ലെസൺ എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ അവർക്ക് 12 ഉറവകളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. 10ഓ 5ഓ ഒന്നും അല്ല. അള്ളാഹ്ക്ക് 1 കൊടുക്കായിരുന്നു, 2 കൊടുക്കായിരുന്നു, 5 കൊടുത്തില്ല, 6 കൊടുത്തിട്ട് 2 ആളടുത്ത് വെച്ച് ഷെയർ ചെയ്തോളാൻ പറയായിരുന്നു. ഒറ്റ 1 കൊടുക്കായിരുന്നു അല്ലേ. അവർക്ക് അതിൽ നിന്നൊക്കെ വേണം എന്ന് വെച്ചാൽ അള്ളാഹ് അങ്ങനെ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അള്ളാഹ്ക്ക് ചെയ്യായിരുന്നു. പക്ഷെ അള്ളാഹു അവർക്ക് കൺവീനിയൻസ് കൊടുക്കണം, സൗകര്യം കൊടുക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല അവരെ എന്തിനോ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പറഞ്ഞു അല്ലേ. അവരെ ഏറ്റവും വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അള്ളാഹുവിന്റെ സന്ദേശം അവരുടെ ജീവിതത്തിലും കൊണ്ടുവരണം, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും വേണം. അത്രയും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗമാണ് ബനി ഇസ്രായേൽ. അപ്പൊ അവർക്ക് എല്ലാ രീതിയിലും അള്ളാഹു സുബ്ഹാനഹു തആല സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് അല്ലെ. അവർക്ക് സൗകര്യത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല 12 ഉറവകൾ തന്നെ കൊടുത്തു. ഇതിനു മുമ്പ് മന്നും സൽവയും പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവർക്ക് പോയി കുക്ക് ചെയ്ത് ഉണ്ടാക്കൊന്നും വേണ്ട അല്ലെ, ഈസി ആക്കി കൊടുക്കണം അള്ളാഹു സുബ്ഹാനഹു തആല. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സൗകര്യം അതായത് കൺവീനിയൻസിന് വേണ്ടി, അതായത് ലക്ഷറിക്ക് വേണ്ടിയല്ല, കൺവീനിയൻസിന് വേണ്ടി ആ സൗകര്യങ്ങൾ നമുക്ക് അതിനുള്ള മീൻസ് ഉണ്ടെങ്കിൽ, നമുക്ക് അതിനുള്ള മാർഗം ഉണ്ടെങ്കിൽ, നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ സൗകര്യത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. നമുക്ക് കുറച്ചും കൂടെ ഒരു വലിയ കാറ് വേണം, ആ കാറിൽ കൂടുതൽ സൗകര്യങ്ങളുണ്ട്, അത് നമുക്ക് കൂടുതൽ എളുപ്പമാക്കും കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ, നമ്മളുടെ മറ്റു കാര്യങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ വിരോധമില്ല. വീട് വലുതാക്കുന്ന കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് സൗകര്യത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ, കാണിക്കാൻ വേണ്ടിയോ അല്ലെ, അത് ഇല്ലാത്ത പൈസ കൊണ്ട് കടം വാങ്ങി ഉണ്ടാക്കുന്നതോ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ലൈഫ് കൺവീനിയന്റ് ആക്കുന്നത് കൊണ്ട് കുറച്ച് കുഴപ്പമില്ല, അല്ലാഹു സുബ്ഹാനഹു തആല തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട്. അപ്പൊ നമ്മള് നിലത്ത് കിടക്കാം തീരുമാനിക്കാന്ന് വെച്ചോ, നിലത്ത് നമുക്ക് കിടക്കുകയും ചെയ്യാം, കിടന്നുറങ്ങുകയും ചെയ്യാം. എന്നാൽ ബെഡ് കിടന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരിത്തിരിയും കൂടെ സൗകര്യമാണ് അല്ലെ. ആ സൗകര്യം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റും, നമുക്കത് പ്രയാസമില്ല എന്നുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ ചെയ്യാം. പക്ഷേ വേസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവരുത്. ഓക്കെ. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും അല്ലെ, ഒരു ഫോണൊക്കെ ഒരു 5-6 കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളൊക്കെ അതിൽ നടക്കുന്നില്ലേ, എനിക്ക് ഫോൺ വിളിക്കുകയും ചെയ്യാം, എന്താണ് മെസ്സേജ് അയക്കുകയും ചെയ്യാം, എന്നാ പിന്നെ അത് തന്നെ പോരെ, വെറുതെ എന്തിനാ മാറ്റുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. ഒരു പക്ഷേ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പുതിയ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റും. മെയിൽ അയക്കും, അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെ ദൈനംദിന അനാവശ്യങ്ങൾക്കല്ല കേട്ടോ, ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപകരിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പോയിക്കോ. നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫോൺ വാങ്ങിക്കോ, കുഴപ്പമില്ല. നിങ്ങൾ ഇപ്പോഴുള്ള ഫോണിൽ ഗൂഗിൾ മീറ്റ് നടക്കുന്നില്ല, വാങ്ങാൻ പൈസയുണ്ട്, ശരിക്കും ക്ലാസ് കേൾക്കാൻ പറ്റുന്നില്ല, വാങ്ങിക്കോ. അതൊന്നും ഒരു ലാവിഷ്നെസ് അല്ല, അതിനകത്ത് ഒരു തെറ്റുമില്ല. കൺവീനിയൻസ് ഓക്കെയാണ്. നമ്മളുടെ ലക്ഷ്യം നമ്മൾ മറക്കാതിരുന്നാൽ മതി. എല്ലാം നമ്മൾ എന്തിനു വേണ്ടിയാ ചെയ്യുന്നതെന്നുള്ളത് മറക്കാതിരുന്നാൽ മതി. ഇസ്രാഫ് ആയി പോകരുത്, അതായത് അധിക ചെലവ്, എന്താണ് പറയാ, ലക്ഷറിക്ക് വേണ്ടിയിട്ടുള്ളത് ആവരുത്, കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത് ആവരുത്. ഓക്കെ. പിന്നെ നമ്മൾ എന്താണ്, അബ്യൂസ് ചെയ്യരുത്, അനാവശ്യമായിട്ട് കളയരുത്. ഓക്കെ, എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഈ ഫോൺ എന്തെങ്കിലും ആവട്ടെ, അതവിടെ മൂലക്ക് കിടക്കട്ടെ, അത് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല അല്ലെ. അതെന്താണ്, ഫസാദാണ്, വേസ്റ്റേജ് ആണ്, അത് പാടില്ല. ഓ കുഴപ്പമില്ല, അത് വലിച്ചെറിഞ്ഞ അത് പൊട്ടിയ ഞാൻ വേറെ വാങ്ങും, അതൊക്കെ വേസ്റ്റേജ് ആണ്. അത് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ബനി ഇസ്രായേലിനോട് വളരെയധികം ദയോടുകൂടി അവരുടെ ജീവിതം എന്താണ് സൗകര്യപ്പെടുത്തി കൊടുക്കുകയാണ് അല്ലെ. 12 അരുവികൾ ഒന്നിന്റെ സ്ഥാനത്ത് 12 കൊടുത്തിട്ട്, സുബ്ഹാനല്ലാഹ്. മാത്രമല്ല അതുവഴി ഓരോരുത്തർക്കും അവനവന്റെ സ്വന്തം സ്പേസും സ്വന്തം ഫ്രീഡവും അള്ളാഹ് കൊടുക്കുകയാണ് അല്ലെ. അവരവരുടെ സമയം എല്ലാവരും കൂടെ ഇടുങ്ങി ഒരു വീട്ടിനകത്ത് തന്നെ താമസിച്ചിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അല്ലെ. ചിലര് ഉണ്ട്, ചില വീടുകളിലൊക്കെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, എന്താണ്, കൂട്ടുകുടുംബം തന്നെ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആർക്കും അവനവന്റെ സമയവും ഇല്ല, അവനവന്റെ സ്പേസും ഇല്ല, സുബ്ഹാനല്ലാഹ്, അവനവന്റെ ഫ്രീഡവും ഇല്ല, ആരുടെ പണികളും നടക്കുകയില്ല.
അല്ലെ? എല്ലാവർക്കും അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അവനവൻ്റെതായ ഒരു സ്പേസും അവനവൻ്റെതായ ഒരു സൗകര്യം ഉണ്ടാക്കാനുള്ള വകുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ആർക്കും പ്രയാസം ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ട് അവനവന്റെ ജീവിതം ജീവിക്കുന്നതിന് ഒരു വിരോധവും ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ 1 കൊടുക്കേണ്ടടുത്ത് 12 കൊടുത്തിട്ട് പല പ്രശ്നങ്ങളും അള്ളാഹു ഒഴിവാക്കിയില്ലേ? അതേസമയം പല സൗകര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ഇതൊക്കെ നമ്മൾ വേണ്ടാണ്ട് അനാവശ്യമായ ചില കാര്യങ്ങളൊക്കെ ഇമ്പോസ് ചെയ്തിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇവിടെ 1 കൊടുക്കായിരുന്നു. 1 കൊടുക്കേണ്ട സ്ഥലത്ത് 12 കൊടുത്തു. 12 സ്പേസ് കൊടുത്തു. 12 ഫ്രീഡം കൊടുത്തു. സുബ്ഹാനല്ലാഹ്. പല പ്രശ്നങ്ങളും അവിടെ നിന്ന് ഒഴിവാവാണ് അല്ലെ? ഇനി ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുലു വഷ്റബു എന്ന് പറഞ്ഞപ്പം അള്ളാഹു നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചോ, നിങ്ങൾക്ക് കഴിക്കാം എന്നല്ല പറഞ്ഞത് അല്ലെ? ഇത് ശരിക്കും കമാൻഡ് ആണ്. ഇവിടെ കുലുവും വഷ്റബും കമാൻഡ് ആണ്. നിങ്ങൾ കുടിക്കുക, നിങ്ങൾ കഴിക്കുക, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഇതൊരു ഇബാദത്താണ്. ഞാൻ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ഇബാദത്താണ്. അതിന് ആ ഇബാദത്തിന്റെ ഭംഗിയോടുകൂടി ചെയ്യാം. ഖുർആനിൽ ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലത്ത് കുലുവും വഷ്റബും വന്നിട്ടുണ്ട്. അഖ്മി സ്വലാത്ത് പറഞ്ഞ പോലെ അല്ലെ? നിങ്ങൾ നമസ്കാരം നിലനിർത്തുമെന്ന് പറഞ്ഞ പോലെ തന്നെ കൽപ്പനയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. അപ്പം ഇതൊരു ഇബാദത്താണെന്ന് മനസ്സിലാക്കൽ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ആ ഇബാദത്തിന്റെ ജോയ്, ആ ഒരു സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്യണം. മിൻ റിസ്ഖില്ലാഹി, അത് അള്ളാഹുവിന്റെ റിസ്ഖിൽ നിന്ന് ആയിരിക്കണം. വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ, നിങ്ങൾ അതില് അതിര് കവിഞ്ഞ് ഫസാദ് ചെയ്യുന്നവരായിരിക്കും മാറ്റരുത്. സുബ്ഹാനല്ലാഹ്. എന്തെല്ലാം കളറില്, എന്തെല്ലാം ഭംഗിയുള്ള ഷേപ്പുള്ള സാധനങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെ? എന്ത് നല്ല സുഗന്ധങ്ങളുള്ള സാധനങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കഴിക്കാൻ വേണ്ടി ഭൂമിയിൽ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. എന്തെല്ലാം തരത്തിലുള്ള പച്ചക്കറികള്, എന്തെല്ലാം തരത്തിലുള്ള പഴങ്ങള്, ഡേറ്റ്സ്, നട്ട്സ് അല്ലെ? പരിപ്പുകള്, പയറുകള്, പല 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 വെറൈറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നിങ്ങൾ കഴിച്ചോ, കഴിക്കണം, കുടിക്കി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് നിങ്ങൾ ലിമിറ്റ് ക്രോസ് ചെയ്യരുത്. എങ്ങനെയാണ് ഒരാള് ഭക്ഷണം കഴിക്കുന്നതിന്റെ കുടിക്കുന്നതിന്റെ കാര്യത്തിൽ ലിമിറ്റ് ക്രോസ് ചെയ്ത് എങ്ങനെയാണ് മുഫ്സിദായിട്ട് മാറുന്നത്? പല രീതിയിലാവാം അല്ലെ? നമ്മൾ റൈറ്റ് കൈൻഡ് ഓഫ് ഫുഡ് അല്ല കഴിക്കുന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ജങ്ക് ഫുഡ് മാത്രം, അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് ഒരുപാടുള്ള ഫുഡ് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. എന്താ ചെയ്യുക? അതാ ഞാൻ ശീലിച്ചു പോയത് അല്ലേ? പൊരിച്ചതും കരിച്ചതും ബിരിയാണിയും മാത്രം തിന്നാൻ ഞാൻ ശീലിച്ചു പോയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ, എന്താ ചെയ്യുക? എനിക്ക് അതാ ഇഷ്ടം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ബോഡിയോട് തന്നെ ചെയ്യുന്ന ഫസാദാണത്. ഹൈ കെമിക്കൽ കണ്ടന്റ് ഉള്ള ഫുഡുകൾ, എപ്പോഴും പുറത്തു പോകുമ്പോൾ ബോക്സസ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്ന ഫുഡുകൾ, എന്തെങ്കിലും അത്യാവശ്യങ്ങളിലൊക്കെ അതൊക്കെ ഓക്കെയാണ്. നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ അതൊക്കെ ഓക്കെയാണ്. ഇത് ഞാൻ ആരെയും പ്രത്യേകിച്ച് ഉദ്ദേശിച്ച് പറഞ്ഞില്ല, ഞാനത് എന്നോടും കൂടെ പറയുന്ന കാര്യം കേട്ടോ. നമ്മൾ മൊത്തത്തിൽ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങളാണത്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് പ്രത്യേകം എടുത്തു വെച്ച് പറയുന്നത്. നമ്മൾ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിംസിലെ, മലബാരി മുസ്ലിംസിനെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വെറൈറ്റി സാധനങ്ങള് ഫ്രൂട്ട്സ് ആയിട്ടും പച്ചക്കറികളായിട്ടും പല 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 ഡേറ്റ്സും നട്ട്സും അല്ലെ നമുക്ക് ഭൂമിയിൽ ഇറക്കിയിട്ടും നമുക്ക് വാശിയാണ് എന്ത്? നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന, ഫസാദ് ഉണ്ടാക്കുന്ന, ഹൈ ഫാറ്റുള്ള, ഹൈ ഷുഗറുള്ള, ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇത്ര വെറൈറ്റി അള്ളാഹു നമുക്ക് അയച്ചു തന്നിട്ടും നമ്മൾ ഇതിന്റെ പിന്നാലെ പോകില്ലേ? ഒരു എന്റർടൈൻമെന്റിനോ എപ്പോഴെങ്കിലൊക്കെ ഒരു ചേഞ്ചിനൊക്കെ അതൊക്കെ നല്ലതാണ്. പക്ഷെ അത് മാത്രമായി മാറുമ്പോൾ, അതും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ ശരിക്കും എഡ്യൂക്കേറ്റഡ് ആണ് അല്ലെ? ഈ ഓരോ കാര്യങ്ങളും കഴിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ നമുക്ക് ശരിക്കും അറിയാം. ദിവസം എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ മുമ്പിൽ വാട്സപ്പായിട്ടും ഡോക്ടേഴ്സ് പറയുന്നതായിട്ടും ഒക്കെ ഇത് വരുന്നുണ്ട് അല്ലെ? ഷുഗറിന്റെയും മൈദയുടെയും ഹൈ പ്രോസസ്ഡ് ഫുഡിന്റെയും ഹൈ ഫാറ്റ് കണ്ടന്റിന്റെയും ഒക്കെ ദോഷങ്ങൾ. പക്ഷെ നമുക്ക് നിർബന്ധമാണ് നമ്മൾ അതേ ചെയ്യുള്ളൂ അല്ലെ? വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ എന്ന് പറഞ്ഞ ഭാഗം മാത്രം നമ്മൾ ഒഴിവാക്കിയിട്ട് കുലു അഷ്റബു മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ്? അറ്റാക്ക്, ഷുഗർ, പ്രഷർ അല്ലെ? ഗുളിക, മാസ്ക്, ഗ്ലൗസ്. വൈറസ് വന്ന് നമ്മളെ കൊല്ലുന്നതിന് മുമ്പ് നമ്മൾ തന്നെ നമ്മളെ കൊല്ലും. ഇത് ഫസാദ് തന്നെയാണ്.
നമ്മളുടെ സിസ്റ്റം ആകെ കൂടെ കുഴച്ച് മറിച്ച് കളയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചത് നമ്മൾ വാശി പിടിച്ചത് നശിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ കുടുംബത്തിന്റെ, പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. ഞാനും നിങ്ങളും നമ്മളാണ് ഇത് തീരുമാനിക്കുന്ന ആൾക്കാർ. നമുക്ക് മാറ്റം വരുത്താൻ പറ്റിയ ഒരു പക്ഷെ നമ്മുടെ കുടുംബത്തിന് മാറ്റം വരുത്താൻ പറ്റും. പെട്ടെന്നല്ല, സ്വിച്ച് ഇട്ട പോലെയല്ല. ഡെയിലി ബിരിയാണി നിന്നവരൊക്കെ ഇനി ജീവിതത്തിൽ ബിരിയാണിയേ ഇല്ലാന്നൊന്നും തീരുമാനിക്കൊന്നും വേണ്ട. നമുക്ക് മെല്ലെ 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 അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം തേടിക്കൊണ്ട് ഇതിനൊരു മാറ്റം വരുത്തിയേ മതിയാവും. നമ്മളുടെ വീടുകളിലൊക്കെ നടത്തുന്ന സൽക്കാരങ്ങൾ, വിരുന്നുകൾ, കല്യാണങ്ങൾ അല്ലെ, എന്റെയും നിങ്ങളുടെയും, ഞാൻ ആരെയും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതല്ല. സുബ്ഹാനല്ലാഹ്, എത്രയാ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്. ദിവസവും 4 നേരം ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറി മാത്രം പച്ചയ്ക്ക് വിഴുങ്ങണം എന്നല്ല പറയുന്നത്. മെല്ലെ 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 നമ്മൾ ഈ എക്സസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന, എക്സസ് ആയിട്ട് വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും അവനവൻ്റെതായ രീതിയിൽ സ്റ്റെപ്പുകൾ എടുത്ത് മാറ്റിയേ മതിയാവും. നമുക്ക് വീട്ടിലാരെങ്കിലും വിരുന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ദോഷം ഉണ്ടാവുന്ന ഉറപ്പുള്ള ഭക്ഷണം കൊടുത്ത് തിന്നിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഭയങ്കര ചമ്മലാണ് ആൾക്കാരുടെ മുമ്പിൽ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുവച്ച് കൊടുക്കേ, കുറച്ച് ഉന്നക്കായും കുറച്ച് സമൂസയും അല്ലെ, അതെല്ലാം കൂടെ എണ്ണയിലിട്ട് ഇങ്ങോട്ട് പൊരിച്ചിട്ട് കുറച്ച് അധികം പഞ്ചസാര ഇട്ട ഒരു ജ്യൂസും കൊടുത്തു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഭയങ്കര സമാധാനം. നമുക്കും ദോഷം അവർക്കും ദോഷം. ഇതൊക്കെ തെറ്റാണെന്ന് നമ്മളെല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ തിരുത്താൻ തയ്യാറില്ല. ഞാനും നിങ്ങളും. നമുക്ക് ആർക്കും ഇതൊന്നും അറിയാത്തതൊന്നും അല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കും ഇതിലൊന്നും ഇസ്ലാം ഇല്ല, അത് ഇസ്ലാം വേറെ ഇത് വേറെ അല്ലെ. കുലു വഷ്റബു, അല്ലാഹ് തിന്നാനും കുടിക്കാനും പറഞ്ഞു വന്നിട്ടുണ്ട്. വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ, നമ്മള് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുക അല്ലെ. നമ്മൾ മുഫ്സിദ് നമ്മൾ ഏറ്റവും ആദ്യം കണ്ടത് എവിടെയാണെന്നറിയോ? മുനാഫിക്കുകളുടെ ആയത്തുകളിൽ. സുബ്ഹാനല്ലാഹ്. അറിഞ്ഞുകൊണ്ട് കണ്ണടച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊക്കെ ശരിയാന്ന് വിചാരിക്കുന്ന ആൾക്കാര്. നമ്മൾ ഓവർ ഈറ്റ് ചെയ്യുമ്പോൾ, അധികമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പം കഴിക്കുമ്പം നമ്മൾ തന്നെ രോഗികളാക്കി മാറ്റുകയാണ് അല്ലെ. എല്ലാരെയും പ്രശ്നമാണ് ഓവർ വെയിറ്റ്. അതുപോലെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവര് വീട്ടുകാർ ഒരുപാട് ഫുഡ് ഉണ്ടാക്കിയല്ലേ, എന്നാ ഒരുപാട് ഫുഡ് എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് അങ്ങ് കഴിച്ചു തീർത്തേക്കാം. നമ്മളെ ശരീരത്തിന് നമ്മളൊരു കണക്ക് നിശ്ചയിക്കുക, ആ കണക്ക് മതി. അങ്ങനെ നമ്മൾ നമ്മളെ കുടുംബത്തിന് നിശ്ചയിക്കുക. അങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നേ മതിയാവും. നമ്മൾ മാതൃകയാവണം. ഇപ്പൊ ഇവിടെ ഈ ഖുർആന്റെ അഹലുകാരായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ഈ ഓരോ വീടുകളിലും ഓരോ ആൾക്കാരെങ്കിലും ഉണ്ടല്ലേ, നമ്മൾ സ്ത്രീകൾ ഇപ്പൊ ഇവിടെ ക്ലാസ് കേൾക്കുന്നവരിൽ നമ്മൾ ഇതുപോലെ ഓരോ വീടുകൾ നമ്മൾ മാറ്റിയാൽ നമ്മളെ വീടുകളിലേക്ക് വരുന്നവർക്ക് അതൊരു മാതൃകയായിരിക്കും. അവരും അത് കൊണ്ടുപോകും. നാളെ അല്ലെ ഈ മലബാരികളെ കുറിച്ച് അല്ലെങ്കിൽ മുസ്ലിം മലയാളികളെ കുറിച്ച് പറയുന്നത് നമ്മൾ നിർത്തണം. നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം, എങ്ങനെ ഖുർആൻ പറഞ്ഞതിനനുസരിച്ച്. മാത്രമല്ല നമ്മൾ ഇതുപോലെ എക്സ്ട്രാ ഓവർ ഈറ്റ് ചെയ്യുമ്പം, അധികമായിട്ട് ഭക്ഷണം ഉണ്ടാകുമ്പം അതൊരു ഫസാദാന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ ഇബാദത്തിനെ ബാധിക്കുന്നുണ്ട് അല്ലെ. പലപ്പോഴും നമ്മൾ ഉറങ്ങിപ്പോകുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പകല് എന്താണ് ഫുൾ എന്തെങ്കിലും ക്ലാസ് കേട്ടാലും വായിച്ചാലും ഉറക്കം വരും അല്ലെ. ഉറക്കം തൂങ്ങും. ഇതൊക്കെ ഈ ഉറക്കമൊക്കെ എന്താണ് ഉറക്കത്തിനൊക്കെ ടാമ്പർ ചെയ്യുന്നതെന്നറിയാം. നമ്മളെ ഉള്ളിൽ നമ്മൾ മോശമാക്കിയിട്ടുള്ള സിസ്റ്റം, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റം അള്ളാഹ് തന്നു. പക്ഷെ നമ്മൾ അതിനകത്ത് വേണ്ടാത്തത് മാത്രം കൊടുത്തിട്ട് അതിനെ മൊത്തം ദോഷമാക്കി കൊണ്ടുവന്നു. നമ്മൾ ചിന്തിക്കുന്ന ശേഷിനെ ഈ മോശമായിട്ടുള്ള ഭക്ഷണം ബാധിക്കും. നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ബ്രെയിനിനെ ബാധിക്കും. ഹാർട്ടിനെ ഫിസിക്കലി ബാധിക്കുന്ന പറയേ വേണ്ട അല്ലെ. അറ്റാക്ക് ഇല്ലാത്ത വീടുകൾ ഇന്നില്ല. സുബ്ഹാനല്ലാഹ്. ഷുഗറും പ്രഷറും ഇല്ലാത്ത വീടുകൾ ഇന്നില്ല. നമ്മളുടെ എല്ലാവരുടെയും, ഞാൻ എന്നോടും നിങ്ങളോടും പറയാണ്, വെയിറ്റ് കൂടുമ്പോൾ നമ്മളെ മൂഡിന് വരെ പ്രശ്നമാണ് അല്ലെ. നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ മൂഡ് തന്നെ ഒരു ഡ്രൗസി ആയിട്ട് ഉറക്കം തൂങ്ങി ഒന്നും ചെയ്യാൻ ഒരു മൂഡില്ല. ഇനി വേറെ ആരെങ്കിലും നല്ല ആരോഗ്യത്തോടു കൂടി കാണുമ്പോൾ ചെറിയൊരു അസൂയയും അല്ലെ, വെയിറ്റ് കുറഞ്ഞവരെ കാണുമ്പോൾ ചെറിയൊരു അസൂയയും, ഞാൻ ഇനി എന്ത് ചെയ്താലും മാറില്ല, ഇനിയിപ്പോ ഏതായാലും ഇങ്ങനെ തന്നെ പോട്ടെ, എനിക്ക് ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ പറ്റൂല അല്ലെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് 1/3 ഭക്ഷണമാണ് വയറ്റില്. കുറച്ച് പീസ് തന്നെ ധാരാളമാണ്. പക്ഷെ മാക്സിമം നിങ്ങൾക്ക് വേണമെങ്കിൽ 1/3 കഴിച്ചോ. അതാണ് അപ്പർ ലിമിറ്റ്. മാക്സിമം ലിമിറ്റ് അതാണ്. 1/3 കുടിക്കുക, 1/3 കഴിക്കുക, ബാക്കി 1/3 ഫ്രീ ആയിട്ട് വിട്ടേക്കുക.
കുലു വഷ്റബു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു 1/3 കുടിക്കലും 1/3 കഴിക്കലും ബാക്കി 1/3 വെറുതെ വിടലുമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? താസൗലെ വലാ താസൗ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ആ 2/3 അപ്പുറത്തേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ലിമിറ്റ് ക്രോസ് ചെയ്യുന്നവരാണ്, ചെയ്തവരാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ഒരു സംശയവും ഇല്ല. സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മളോട് അള്ളാഹു കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല അല്ലെ? കഴിച്ചോ, ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചോ, പക്ഷെ ഒരു പ്രൊപ്പോർഷൻ മതി. നമുക്കെല്ലാം തിന്നു തീർത്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല, ഉണ്ടാക്കി തീർത്തില്ലെങ്കിൽ സമാധാനമില്ല, കൊടുത്തു തീർത്തില്ലെങ്കിൽ സമാധാനമില്ല. നമ്മളെ വിചാരം മനുഷ്യന്മാരോട് സ്നേഹം കാണിക്കല് തോനെ ഉണ്ടാക്കി തോനെ കൊടുക്കലാണെന്നാ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അങ്ങനെ തന്നെയാണ് നമ്മളെ നാട്ടിൽ പറയാ അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലേ? അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തൃപ്തി എന്താണ്? നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം അറിയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന തൃപ്തി എന്താ? അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തൃപ്തി അല്ലേ? നമ്മുടെ നഫ്സിന് കൊടുക്കുന്ന തൃപ്തിയാണ് ഏറ്റവും വലിയ തൃപ്തി. നഫ്സിന് കൊടുക്കുന്ന സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. ശരിക്കും നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലെ? എന്നാൽ വയറിന് കൊടുക്കുന്ന തൃപ്തി നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി അല്ലെ? അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും തോന്നും ഇനിയും വേണം, ഇനിയും വേണം. അത് എത്രത്തോളം നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ടോ അത്രത്തോളം അത് തേടിക്കൊണ്ടേയിരിക്കും. എത്ര കുറച്ച് ശീലിപ്പിച്ചോ അത്ര കുറച്ചേ അത് ചോദിക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എത്രയും ഹ്യൂജ് എമൗണ്ട് വാങ്ങുന്നു ഉണ്ടാക്കുന്നു അത്രത്തോളം നമ്മൾ ഹ്യൂജ് എമൗണ്ട് നമ്മൾ കളയുകയും ചെയ്യാണ്. നമ്മുടെ അന്തരീക്ഷത്തിനെയും നമ്മൾ മോശമാക്കാണ് ഫുഡ് വേസ്റ്റേജ് കാരണം. കഴിച്ചോ പക്ഷെ അധികം ആവണ്ട. കഴിച്ചോ പക്ഷെ പ്യുവർ ആയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഒരു ലിമിറ്റിൽ കഴിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്യുവർ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സാധനങ്ങൾ മാത്രം കഴിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ളവരാണ്. അതിലേക്ക് നമ്മൾ പോകണ്ട സത്യം പറയുകയാണെങ്കിൽ. എനിക്ക് എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാം. ഇതുപോലെ ഭക്ഷണവുമായിട്ട് സത്യം പറയുകയാണെങ്കിൽ ഈ ആയത്ത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര കുറ്റബോധം, ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. ദുആ ചെയ്യുമായിരുന്നു അപ്പോൾ റബ്ബിന്റെ അടുത്ത്. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പം എനിക്ക് അങ്ങനെ ഒരു കട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പം റബ്ബ് തന്നു എന്ന് തന്നെ വേണം പറയാൻ. ദുആ ചെയ്യുക, എല്ലാവരും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇത് ഇത്ര എളുപ്പമുള്ള കാര്യമല്ല. എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള പല കാര്യങ്ങളും നമുക്ക് ശ്രമിച്ചാൽ പറ്റും. ഇതാണ് നമ്മളൊക്കെ ബ്ലഡിലും ജീവിതത്തിലും ഒക്കെ ഇറങ്ങി പോയിട്ടുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും ചിന്തിക്കുമ്പോൾ പ്രയാസം വരുന്ന ഒരു കാര്യം ഇതാ അല്ലെ? പലരും പറയുന്നിട്ടില്ല നിങ്ങൾക്ക് അതൊക്കെ നടക്കും, നിങ്ങൾ അവിടെ അല്ലേ, നാട്ടിൽ വന്നാൽ നടക്കൂല. സത്യം എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ്. പക്ഷെ ദുആ ചെയ്യും, നമ്മൾ ഒന്നിച്ചൊന്ന് ദുആ ചെയ്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെ, വസ്തഈനു ബിസ്സബ്രി വസ്സലാ, അള്ളാഹു എളുപ്പാക്കി തരും. അപ്പം ഇതുപോലെ ഷുഗറും മൈദയും കട്ട് ചെയ്യാൻ അൽഹംദുലില്ലാ അത് ശ്രമിച്ചു. ഒരു 80% തന്നെ സക്സസ്ഫുൾ ആണെന്ന് വേണം പറയാൻ. ഞാൻ ആ കാര്യമല്ല ആരോടും മൈദയും ഷുഗറും കട്ട് ചെയ്യാനൊന്നും അല്ല പറയുന്നത്. എല്ലാവർക്കും ഡിഫറെന്റ് ശരീര ഘടനകളാണ്, ഡിഫറെന്റ് രോഗാവസ്ഥകളാണ്, ആരോഗ്യമാണ്. അത് ഓരോരുത്തരും അവനവന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി ഭക്ഷണത്തിൽ. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുക. പറഞ്ഞു നമ്മൾ ഈ ഷുഗർ ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഇതുപോലെയുള്ള പ്രോസസ്ഡ് ഫുഡുകളിൽ നിന്നാണ്. ബ്രെഡ്, എല്ലാ ബേക്കറി ഐറ്റംസും അതിനകത്ത് ആഡഡ് ഷുഗർ വരുന്നുണ്ട്. പല സോസുകൾ, അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക സാധനങ്ങളും, അതായത് ഫ്രൂട്ട്സും പച്ചക്കറിയും അരിയും അങ്ങനെയുള്ള സാധനങ്ങൾ, മുളകും മല്ലിയും ഒന്നും അല്ലാത്ത ബാക്കി നമ്മൾ കഴിക്കുന്ന മിക്ക സാധനങ്ങളിൽ നിന്നും നമുക്ക് ഷുഗർ എക്സ്ട്രാ, അതായത് ആർട്ടിഫിഷ്യൽ ഷുഗർ വരികയാണ്. ഓക്കെ, അപ്പം അത് കംപ്ലീറ്റ് നിർത്തി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഷുഗർ ആവശ്യമാണ്. അപ്പൊ അത് നമുക്ക് നാച്ചുറൽ ഷുഗർ ആയിട്ട് കിട്ടണം നമ്മളെ ഫ്രൂട്ട്സിൽ നിന്ന്, പച്ചക്കറികളിൽ നിന്ന് അല്ലെ. പൊതുവേ നമുക്കൊക്കെ സാലഡൊക്കെ കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഒരു ദിവസം കഴിക്കും, 2 ദിവസം കഴിക്കും, 3-ാമത്തെ ദിവസം നമുക്ക് അല്ലെ, അതാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരാം. അല്ലോ എന്നെ കൊണ്ട് പറ്റൂല. പക്ഷെ അൽഹംദുലില്ലാ ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞ ശേഷം ഏകദേശം ഒരു 1-1.5 മാസം കണ്ടിന്യൂസ് ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം സുബ്ഹാനല്ലാഹ് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. ഇതിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഈ പറഞ്ഞ ഫ്രൂട്ട്സിനും പച്ചക്കറികൾക്കും ഒക്കെ എനിക്ക് ഇത്രയും ടേസ്റ്റ് ഇതിനൊക്കെ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഉണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ഫ്രൂട്ട്സും എന്തൊക്കെയോ പച്ചക്കറികളും നട്ട്സും ഒക്കെ കട്ട് ചെയ്തിട്ട് വെറുതെ ചെറുനാരങ്ങയും പിഴിഞ്ഞ് ഉപ്പിട്ട് കഴിക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ട് ഈ സാധനങ്ങൾക്ക് എന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാൻ അപ്പം ചിന്തിച്ച ഒരു കാര്യമുണ്ട്, എന്റെ മനസ്സിൽ കൂടെ തോന്നിയ ഒരു കാര്യമുണ്ട്. നമ്മൾ പറയാറുണ്ട് അല്ലെ, ഖുർആനും മ്യൂസിക്കും ഒരേ സമയത്ത് നമ്മളുടെ ഹൃദയത്തിൽ നിൽക്കൂലെന്ന്. മ്യൂസിക് എന്താണ്, അഴുക്കാണ് അല്ലെ. അത് ഉള്ള ഹൃദയത്തിൽ ഖുർആൻ നിൽക്കൂല, ഖുർആനുള്ള ഹൃദയത്തിൽ മ്യൂസിക് നിൽക്കൂല. അപ്പൊ നമ്മളുടെ സിസ്റ്റംസിനെ, നമ്മളുടെ തലച്ചോറിനെ, ഹൃദയത്തിനെ മ്യൂസിക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു
അൺക്ലീൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ ഹൃദയത്തിലെ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ അവിടെ ക്ലീൻ ആയിട്ടുള്ള ഖുർആൻ കയറൂല, അതിന് നമുക്കൊരു ടേസ്റ്റും തോന്നൂല. ഇതേ കാര്യം തന്നെയാണ് നമ്മളുടെയൊക്കെ ടേസ്റ്റ് ബഡ്സിന് സംഭവിച്ചിട്ടുള്ളത്. ഫുൾ അൺക്ലീൻ ഫുഡുകളാണ് നമ്മളുടെയൊക്കെ നാവിലുള്ളത്. എല്ലാം ഈ പറഞ്ഞ പോലെ ഹൈലി പ്രോസസ്ഡ്, ഹൈലി സാച്ചുറേറ്റഡ്, ഹൈ ഫാറ്റ് കണ്ടന്റ്, ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള കാര്യങ്ങളാണ് നമ്മളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ ടേസ്റ്റ് ബഡുകളെ ബാധിച്ചത് കൊണ്ട് നല്ല പ്യുവർ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഇറക്കിയിട്ടുള്ള സാധനങ്ങൾക്കൊന്നും നമുക്ക് ടേസ്റ്റ് ഇല്ല. ഇനി അഥവാ അതെന്തെങ്കിലും കഴിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് മയണീസും അല്ലെ കുറച്ച് ആ സോസും കുറച്ച് ഈ സോസും കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും വാരി ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതൊക്കെ റോ ആയിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് സുബ്ഹാനല്ലാഹ് അപ്പോഴാണ് മനസ്സിലാക്കിയത്. സുബ്ഹാനല്ലാഹ്. അന്ന് വെറും മല്ലിയും മുളകും ഉപ്പും ഒക്കെ ഇട്ടുണ്ടാക്കുന്ന ഞാൻ തന്നെ ഉണ്ടാക്കിയിരുന്ന കറികൾക്ക് എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നായിരുന്നു. മുമ്പില്ലാത്ത പോലത്തെ ഒരു ടേസ്റ്റ്. കാരണം നാവില് ഈ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയി. മ്യൂസിക് പറിച്ചു കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഖുർആൻ അവിടെ കയറി. സുബ്ഹാനല്ലാഹ്. അതേപോലെ നമ്മളെ നാവുകളൊക്കെ ഇതുപോലെയുള്ള ക്ലീൻ അല്ലാത്ത കാര്യങ്ങളുണ്ട്, നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ അതുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ ഇൻഫെക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നല്ലത് കയറൂല. അതുകൊണ്ടാണ് നമുക്കത് പറ്റാത്തത്. അപ്പൊ നമ്മളെല്ലാവരും ദുആ ചെയ്യുക, റബ്ബിന്റെ അടുത്ത് മാക്സിമം ദുആ ചെയ്ത് ആ ഒരു എളുപ്പത്തിലേക്ക് എത്തിക്കാൻ, എന്നിട്ട് അതിനെ മാതൃകയാക്കി ആവാൻ വേണ്ടിയിട്ട് പറ്റാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക. നമ്മളെ നാട്ടില് അത്രയ്ക്കാണ് ഭക്ഷണത്തിന്റെ പേരിൽ നടക്കുന്ന അതിരുലംഘനങ്ങൾ അല്ലെ, അത്രയ്ക്കാണ് വേസ്റ്റേജ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു ഒരു ഫുഡ് വേസ്റ്റേജിനെ കുറിച്ച് പറയുമ്പോൾ 1 കിലോ അരി നമ്മളടുത്ത് എത്താൻ വേണ്ടിയിട്ട് ഓരോരുത്തർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു എന്താണ് ഫാമിങ്ങിന്റെ ആ പ്രോസസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അവരുടെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തെല്ലാം സഹിച്ചിട്ടാണ്, വെയിലും അല്ലെ പാമ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ലേ അവർ വിത്ത് വിതയ്ക്കുന്നതും ഇതാക്കുന്നതും ഒക്കെ. പല 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 രോഗങ്ങൾ, മലേറിയ പോലെയുള്ള പല ഇൻഫെക്ഷൻസ് അതൊക്കെ സഹിച്ചിട്ട് എത്രയോ കോടാനുകോടി പ്ലാന്റ്സ് നട്ടിട്ട് അതിൽ നിന്ന് അവര് മെതിച്ച് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തിട്ട് അല്ലെ, എത്രയോ ലിറ്റർ കണക്കിന് വെള്ളം നനച്ചിട്ട് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് 1 കിലോ അരി നമ്മളുടെ മുമ്പിൽ എത്തുന്നത്. നമ്മൾ അതിന് കൊടുക്കുന്ന വാല്യൂ എന്താ അല്ലെ. നമ്മൾ ഒരുപാട് ഫുഡ് ഓർഡർ ചെയ്യും, കളയും. പൈസ ഉണ്ടല്ലോ നമ്മളടുത്ത് ഇഷ്ടം പോലെ. സുബ്ഹാനല്ലാഹ്. ഫസാദാണത്. നമുക്കൊരു വീട്ടിലൊരു വിരുന്നുകാർ വന്നു കഴിഞ്ഞാലും ഇത് ഭക്ഷണം കുറേ കൊടുക്കലാണ് എന്താണ് ശരി എന്നുള്ള ചിന്ത മാറ്റാം. വിശപ്പടങ്ങണം, അത് ആവശ്യം തന്നെ എല്ലാ മനുഷ്യന്മാരുടെയും. ആതിഥ്യ മര്യാദയും ആവശ്യം തന്നെയാണ്. പക്ഷെ ഒന്നും അധികമായി കഴിഞ്ഞാൽ അത് എന്താവും, എന്തും അധികമായി കഴിഞ്ഞാൽ അത് ഫസാദായിട്ട് മാറും. നമ്മളുടെ വയറിന്റെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ 1/3 എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. വീണ്ടും വീണ്ടും പറയാണ്, ഇത് ഞാൻ എന്നെയും കൂടെ ഉൾപ്പെടുത്തി തന്നെയാ പറയുന്നത്. നമ്മൾ എല്ലാവരും ചേർന്ന് തന്ന് ദുആ ചെയ്ത് ശ്രമിച്ച് അത് മാറ്റിയേ മതിയാവും. ഭക്ഷണം കൊണ്ടല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്. നമുക്ക് സംതൃപ്തി കിട്ടുന്നത് വയറ്റിൽ നിന്നല്ല, നഫ്സിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്നാണ്. അതിന് കൊടുക്കേണ്ടത് കൊടുത്തോണ്ടിരിക്കുക. അത് എത്ര വേണമെങ്കിലും കൊടുത്തോ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ബാലൻസ്ഡ് ആയിട്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യന്മാരെയും ഭക്ഷണവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഒരു കൂട്ടർ അത് കുറേ വാരി 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 ഉപയോഗിക്കുമ്പോൾ മറുകൂട്ടർക്ക് അത് കിട്ടാതാവുന്നുണ്ടെന്നുള്ളതും നമ്മൾ പ്രത്യേകം ഓർക്കുക. നമ്മൾ അത്യാഗ്രഹമുള്ള, നമ്മൾ ഓവർ സ്റ്റോക്ക് ചെയ്യുന്ന, ഓവറായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളായിട്ട് മാറുമ്പോൾ മറ്റൊരു കൂട്ടർക്ക് അത് കിട്ടാത്തതിന്റെ ഉത്തരവാദിത്വം കൂടെ ഒരു പക്ഷേ നമ്മളുടെ മേല് വന്നുപെട്ടേക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ. അങ്ങനെ ഫസാദ് ചെയ്യുന്ന കൂട്ടത്തിൽ പെടുന്നിട്ട് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാട്ടെ. നമ്മൾ ചെയ്തു പോയ ഒരുപാടുണ്ട് ഈ കാര്യത്തിൽ. അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. ആമീൻ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني أسألك أن تجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وأذهاب همومنا. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.